Your attention please. Flight number IC167, Delhi, Bombay, Trivandrum has arrived. Your attention please. Flight number IC167, Delhi, Bombay, Trivandrum has arrived. Announces the arrival of the flight number IC167, Delhi, Bombay, Trivandrum. Thank you. ഹലോ, എന്നോടാ പറഞ്ഞ് നിൽക്കാൻ തോന്നിയവർക്കൊക്കെ ഇടിച്ചു കയറാനുള്ള സ്ഥലമല്ല ഇത്. അറിയാം, നല്ലവണ്ണം അറിയാം. എന്നിട്ടാണോ ഞാൻ ഇവിടെ കുന്തം മിഴിക്കിയതുപോലെ നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ കയറി പോയത്? ഓ, മൈൻഡ് ചെയ്തില്ല, അതാണ് കുഴപ്പമല്ലേ? അതിനെന്താ മൈൻഡ് ചെയ്ത് കളയാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഗുഡ് ഈവനിങ്, ഗുഡ് ബൈ. ഓക്കെ. എന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ട് കസ്റ്റംസ് കളക്ടർ ഒന്ന് കാണേണ്ട ആവശ്യം. ഞാൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മതിയെങ്കിൽ പിന്നെ കസ്റ്റംസ് കളക്ടർ കാണേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇന്ന് ലീവാ, അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. അയാളുടെ തൊട്ട് താഴെ ആരെങ്കിലും കാണുമല്ലോ, ഞാൻ അയാളെ കണ്ടോളാം. കാര്യം എന്താണെന്ന് പറയാതെ ആരെയും കാണാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ കാണാൻ പറ്റുമെന്ന് പിന്നെ ബലം പ്രയോഗിക്കണോ? അയ്യോ, എന്താ ഇത്? സാറാണോ ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ? ഞാൻ സാറിന് Sir. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനാണ് വന്നത്. ഇൻഫർമേഷനോ? അതെ സാർ, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ. വാട്ട്? പക്ഷേ അതിനു മുമ്പ് ഇയാളെ ഒന്ന് പുറത്താക്കണം. എന്താടോ സാർ, ഇയാള് പുറത്ത്. ഇയാളാരും ഞാൻ നോക്കിക്കോളാം. പോയി ഡ്യൂട്ടി. പ്ലീസ് ഗോ. മിസ്റ്റർ രാജപ്പൻ. റോ രാജപ്പനോ? അല്ല സാർ, ഈ കൂട്ടുകാരൊക്കെ കളിയാക്കി റോജപ്പൻ റോജപ്പൻ എന്ന് വിളിച്ചു അങ്ങനെ ആയിപ്പോയതാ. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. സാർ, 1 കോടി രൂപയുടെ സ്വർണവും അത് കൊണ്ടുവരുന്ന കള്ളക്കടത്തുകാരന്റെ ഏജന്റിനെയും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അതിനു മുമ്പ് ഈ ഏർപ്പാടിൽ എനിക്ക് എന്ത് കിട്ടുമെന്നറിയണം. 1 കോടി രൂപയുടെ സ്വർണം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിട്ടും. അതായത് 20 ലക്ഷം രൂപ. ആണല്ലോ. എന്നാ സാറിന്റെ ഫുൾ അഡ്രസ്സിങ് തന്നെ. എന്തിനാ? അഥവാ ഇൻഫർമേഷൻ കൊണ്ട് സാറ് മുങ്ങിയാലും എനിക്ക് തപ്പി പിടിക്കാമല്ലോ.
താൻ തരുന്ന ഇൻഫർമേഷൻ സത്യമാണോ എന്നെന്താ ഉറപ്പ്? ഓ, ഡൗട്ട് ഉണ്ടല്ലേ? ഞാൻ വേറെ വല്ല ഓഫീസർമാരെ കണ്ടോളാം. ഐ എം സോറി റോജപ്പൻ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഇതിനു മുമ്പ് പല ഇൻഫർമേഷൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്നെ പാര വെക്കാനുള്ള കള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. എനിക്ക് പ്രൊമോഷന് പകരം ഡിമോഷൻ ആണ് കിട്ടിയത്. അറിയാമോ മിസ്റ്റർ റോജപ്പൻ, എന്റെ ജൂനിയർ ആയിരുന്ന റഷീദിനെ വരെ സല്യൂട്ട് വെക്കേണ്ട ഗതികേടാണ് എനിക്കിപ്പോ ഉള്ളത്. സാർ പേടിക്കണ്ട, ഞാൻ കള്ളം പറയില്ല. ഇപ്രാവശ്യം സാറിന് പ്രൊമോഷൻ ഉറപ്പാ. ഓക്കെ, എന്നാ താൻ പറ, ആരുടെ കയ്യിലാ സ്വർണം? ദുബായ് ഫ്ലൈറ്റിൽ വരുന്ന ഒരാളുടെ കയ്യിൽ. Your attention, please. Oh my Flight God, number flight land ചെയ്തു കഴിഞ്ഞു. Come on. IC990 from Dubai has arrived. Passengers are requested to സാറേ, go through customs. സംഗതി വളരെ രഹസ്യമായിരിക്കണം. ആ, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? വാട്ട് പ്രോബ്ലം? എക്സ്ക്യൂസ് മീ, Yes. ഈ പെട്ടി ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. Okay. ജീവന് വലിയ വിലയുള്ളതാ സാറേ. കള്ളക്കടത്തുകാരെങ്കിലും അറിഞ്ഞ അവന്മാര് വല്ല റോഡിലും വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലും. ഒരുത്തരും പിടിവെക്കില്ല. താൻ ആളാരെന്ന് പറ. ആദ്യത്തെ കൗണ്ടറിന്റെ മുമ്പിൽ ആ, മൂന്നാമത് നിൽക്കുന്നവരിൽ നിൽക്കുന്നവരിൽ ആരുമില്ല. പിന്നെ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. പക്ഷെ അതിനൊന്നും എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. പിന്നെ ഒഴിച്ചാ പോരെ? ഇപ്പൊ തന്നെ ഒഴിക്കണം. ഇപ്പൊ തന്നെ ഒഴിക്കണോ? വല്ലാത്ത ടെൻഷൻ ഉണ്ട്. എന്നാ വേഗം പോയി ഒഴിച്ചിട്ടോ, എന്റെ കൈ ധരിക്കുന്നു. ഓ, ഗോൾഡ് ഇതിനകത്തുണ്ട്. പുറത്തിറങ്ങിയാലുടൻ ഈ ഗോൾഡ് ഒളിപ്പിക്കാനും നമ്മുടെ ഡ്രസ്സുകൾ മാറ്റാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, ക്ലിയറൻസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തു വരാം. നീ വണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ആ, അതൊന്നുമല്ല പ്രശ്നം. വെളിയിൽ ഒരു മണക്കൻ കസ്റ്റംസ് ഓഫീസർ നിൽപ്പുണ്ട്. അയാളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങുന്ന കാര്യം ഓർക്കുമ്പോഴാ. മൂത്രം ഒഴിച്ചോ? ഇനി ആളാരാന്ന് പറ. കണ്ടയാളെ പല ഡയറക്ഷനിൽ നിന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ച ആള് മാറിപ്പോയാൽ സാറിന്റെ ജോലി പോവില്ലേ? ശരിക്കും നോക്കിയിട്ട് ആളാരെന്ന് പറ. അത് ആ രണ്ടാമത്തെ കൗണ്ടറിൽ ആ. നാലാമത് നിൽക്കുന്ന ആള്. ആ വയസ്സനോ? അതെ. എടോ രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ? അയാള് തൈരിശാദം കഴിച്ചിട്ട് ദിവസം 5 ആയി കാണും. ആ അപ്പാവിടെ കയ്യിലാണോ സ്വർണം? ഇവിടെയാണ് നിങ്ങൾ കസ്റ്റംസുകാർക്ക് തെറ്റുപറ്റുന്നത്. ഞങ്ങൾ ഇൻഫോർമേഷന് തെറ്റ് പറ്റാത്തത്. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മാത്രമേ കള്ളക്കടത്തുകാരാവുള്ളൂ സാറേ. തന്നെ എനിക്ക് വിശ്വസിക്കാവോ? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ അയാളുടെ ആൾക്കാർ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതെനിക്ക് അപകടമാണ്. ഞാൻ പിന്നീട് സാറിനെ കോൺടാക്ട് ചെയ്തോളാം. ഓൾ ദി ബെസ്റ്റ്. Please don't block the way. Right? Excuse me, gentlemen. It's you. Come on. നിന്നെ ആ ടോയ്ലറ്റിനകത്ത് കാണുന്നവരെ എന്റെ ചങ്കിൽ ഇടിത്തിയായിരുന്നു. എടാ ജമാലേ, ഈ റോണി വിൻസെന്റ് ഒരു കാര്യം ഏറ്റത്. സംഗതിയൊക്കെ ശരി, പക്ഷെ അളിയനൊരു കുഴപ്പം പറ്റി. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് നിന്റെ വണ്ടിയുടെ നമ്പർ ഒരു പോലീസുകാരൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യട്ടടാ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം തോന്നി പിടിച്ച? ആ പാവം മമ്മൂട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഏത് മമ്മൂട്ടി? എടാ, നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് സാക്ഷാൽ ഭരത് മമ്മൂട്ടിയുടെ വണ്ടിയിലാണ്. ആ, KCF 369 മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറാ. ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കേസ് ഉണ്ടെങ്കിൽ മമ്മൂട്ടി തീർത്തോളും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനൊക്കും. സമ്മതിച്ചറിയാ നിന്നെ. എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓസ്കർ അവാർഡ് കിട്ടിയെന്നെ. എന്തൊക്കെ ടെക്നിക്കൽ കൂടിയാന്നറിയാവോ ഞാൻ ടോയ്ലറ്റിനകത്ത് കിടന്നത്. എന്റെ മരിച്ചുപോയ തന്ത വിൻസെന്റ് ഏട്ടൻ എനിക്ക് ഓമനിച്ചിട്ട പേര് വരെ മാറ്റേണ്ടി വന്നു, റോജപ്പൻ എന്ന്. അല്ല, നീ കാണിച്ചു കൊടുത്ത ആ പട്ടരുടെ ഗതി എന്താണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതറിഞ്ഞൂടെ? ഇല്ല. അതോ ഗതി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തനിക്ക് കൊള്ളാം.
ഇല്ലെങ്കിൽ എല്ലു പോലും ബാക്കി വെച്ചേക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. അരുൺദാക്ഷൻ, ഈ പാവത്തിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട. മിസ്റ്റർ അരുൺദാക്ഷൻ, ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറാണ്. മിസ്റ്റർ റഷീദ്, അതിനു മുമ്പ് നിങ്ങൾ എന്റെ ജൂനിയർ ആയിരുന്നു. അത് പണ്ട്. ഇപ്പോൾ തന്റെ സീനിയർ ഓഫീസറാണ് ഞാൻ. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ജൂനിയർ ഓഫീസറായ ഞാൻ സ്മാർട്ട് ആവുന്നതിൽ തനിക്ക് കണ്ണുകടി ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കണ്ണുകടിയുമില്ല. ഈ പാവത്തിനെ ഉപദ്രവിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുകയായിരുന്നു. കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആ, സംഭവിക്കും. നിക്കടോ അവിടെ, പോകാൻ വരട്ടെ. എനിക്ക് സംശയം തോന്നിയ പലരെയും സാർ ഇതിനു മുമ്പും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരിക്കൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ MBA ഞാൻ അബദ്ധത്തിനേറി പിടിച്ചപ്പോ സാറ് വലിഞ്ഞളഞ്ഞു. അത് മനഃപൂർവ്വം എനിക്കിട്ടൊരു പാരയായിരുന്നു. ഫലം എന്തായി? എന്റെ ഒരു കോർ ഇവിടുന്ന് തെറിച്ച് അവിടെ കയറി. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടാണ് ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാ ഞാൻ കൂടി ചെക്ക് ചെയ്യാം. വേണ്ട, സഹായിക്കണ്ട. എനിക്ക് പ്രൊമോഷൻ അങ്ങനെ പങ്കുവെക്കാൻ ഉദ്ദേശമില്ല. ഞാൻ ചെന്ന് AC-യോട് റിപ്പോർട്ട് ചെയ്യും. ഞാൻ ആരുടെ അടുത്തോ റിപ്പോർട്ട് ചെയ്യണോ? ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. എന്നെ ഉപദ്രവിക്കല്ലേ. നിന്റെ എനിക്കൊന്നും അറിയില്ല. പാപ്പാനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഒന്നും അറിയില്ല സാറേ. സ്റ്റോപ്പ്. Excuse me, I am Vishwanathan. YLR Vishwanathan. പടവാൾ പത്രത്തിന്റെ എഡിറ്റർ കം റിപ്പോർട്ടർ കം ഫോട്ടോഗ്രാഫർ, ഓൾ ഇൻ ഓൾ. കുറച്ച് ഹോട്ട് ന്യൂസ് കളക്ട് ചെയ്യാനുണ്ട്. കസ്റ്റംസ് ഓഫീസർ മിസ്റ്റർ അരവിന്ദാക്ഷൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഓക്കെ, ആ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. പോസ് പ്ലീസ്, പോസ് പ്ലീസ്, ചിരി പോസ് പോസ്. താങ്ക് യു. ഗുഡ് ബൈ. കാണിക്കുന്നത് നിരപരാധിയായ ഒരു യാത്രക്കാരനെ ആവശ്യമില്ല അദ്ദേഹത്തെയും ചെയ്യുന്നു. ഇൻഫർമേഷൻ കിട്ടി സാർ. എന്ത് ഇൻഫർമേഷൻ? സോറി മിസ്റ്റർ റഷീദ്, അയാളെ പറഞ്ഞേക്കൂ. ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും. സാറേ, ഞാനെടുത്ത് വെച്ചോളാം. സാർ, സാർ, ഇത് സാർ. സാർ ഇപ്പോഴെന്ത് പറയുന്നു? സാറന്മാര് പറഞ്ഞനുസരിച്ച് ഞാൻ ഇയാളെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ വിഡ്ഢിയാനെ. അങ്ങനെ വിഡ്ഢിയാകാൻ ഈ അരവിന്ദാക്ഷനെ കിട്ടില്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മുഴുവൻ മനസ്സിലാക്കണം. What a sensational news. I am lucky. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ. സർ, സർ എത്രയുണ്ട്? ഇത് ഏകദേശം 1 കോടി രൂപയുടെ സ്വർണ്ണം. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജ് തന്നെ താങ്ങാം. ഒന്ന് സാർ കൊച്ചു കൂടി മാറും മാറും. It's all right, it's all right. ശരിക്കും ഓ സർ. പത്മനാഭയ്യരെ സ്വർണവുമായി പിടിച്ചു എന്ന് പറയാനാണോ താൻ കസ്റ്റംസിലിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് പെട്ടു? പട്ടര് സ്വർണ്ണമായി വരുന്നുണ്ടെന്ന് അരവിന്ദാക്ഷൻ ആരോ ഇൻഫർമേഷൻ കൊടുത്തു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും അവൻ അയാളെ വിട്ടില്ല. വിട്ടില്ല എന്ന് പറയാൻ എളുപ്പമാണ്. മെഡ്രാസിലിരിക്കുന്ന കാളിയപ്പാജിയോടെ സമാധാനം പറയേണ്ട താനല്ല, ഈ ഞാനാ. അതല്ല ചേട്ടാ, നമ്മൾ ഇത്രയും സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്ത കാര്യം അതെങ്ങനെ ലീക്ക് ഔട്ടായി? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകൊടുത്തിരിക്കാൻ വഴിയില്ല. ആരായിരുന്നു ഇൻഫോർമർ? അറിയില്ല ബ്രിട്ടോ. അറിയില്ല എന്ന് പറയാനല്ല തനിക്ക് മാസാമാസം കിമ്പിള് എണ്ണി തരുന്നത്. കണ്ടുപിടിക്കണം. എനിക്ക് നോ എന്ന ഉത്തരം ഇഷ്ടമല്ല. ഇനിയിപ്പോ പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുവോടോ റഷീദ്? അതെന്താ? അതല്ല, ആ പട്ടരം വല്ലതും പറഞ്ഞ് ഏയ്, അരവിന്ദാക്ഷൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അയാൾ കമാന്ന് ലക്ഷം പറഞ്ഞില്ല. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും പുതിയൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഒട്ടും ശരിയായില്ല. പട്ടരുടെ ആദ്യത്തെ ഓപ്പറേഷന് അതും ചീറ്റി. ടേക്ക് ഇറ്റ് ഈസി ഡാനി. ഒന്ന് കാണാതെ ബ്രിട്ടോ മറ്റൊന്ന് ചെയ്യില്ല. എന്തായാലും പട്ടര് കസ്റ്റംസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത് അപകടമാണ്. ഒരു കാര്യം ചെയ്യാം, അങ്ങ് തട്ടുകളാ. കേസ് അരവിന്ദാക്ഷന്റെ പേരിലായിക്കൊള്ളും. ലോക്കപ്പ് മർദ്ദനം എങ്ങനെ? അത് വേണ്ട. പട്ടര നമുക്ക് ഇനി ആവശ്യമുണ്ട്. ആരെ കൊല്ലണം കൊല്ലണ്ട എന്ന് തീരുമാനിക്കേണ്ടതേ അപ്പാജിയാണ്. തൽക്കാലം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. ഹലോ ഹലോ, അടുത്ത ആഴ്ച വേറെ പരിപാടിയുണ്ട്, അവരെ അറിയിക്കാം. ശരി, ഓക്കെ ഓക്കെ, ഡൺ, സീ യു. ഓക്കെ, ബൈ ബൈ.
സാധനം അലക്സിന്റെ കയ്യിൽ എത്തിക്കുന്നവരെ ടെൻഷനായിരുന്നു. ടെൻഷൻ അടിച്ചതിന്റെ ചിക്കിലി കിട്ടിയില്ലടാ. റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്റെ വാപ്പ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എവിടെ രക്ഷപ്പെട്ടത്? കുറച്ചൊക്കെ ഭാഗ്യവും കൂട്ടിനുണ്ടാവണം. ഭാഗ്യം. ഞാൻ വാപ്പയെ പോലൊരു കള്ളക്കടത്തുകാരനാകരുതെന്നായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. പാവം ഉമ്മയെ കാണുന്നറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. എന്റെ പെങ്ങളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച കഴുത്തറക്കുന്ന സ്ത്രീധനമാ ചോദിക്കുന്നേ. ചന്തയിൽ മാടിനെ നിർത്തി വില പേശുന്ന പോലെ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ഈ പണി ചെയ്യുന്നേ. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ഞാനിന്മേൽ കളി. നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരുടെയും ഗതി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നം. ഇവിടെ ആരും കള്ളക്കടത്തുകാരനായി ജനിക്കുന്നില്ല. സാഹചര്യം അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു. പെങ്ങന്മാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരു ചാൻ വയറിനു വേണ്ടിയും. ആ കുപ്പായം നമ്മളും ധരിച്ചു. അത് ഉപേക്ഷിക്കാൻ കർത്താവ് എപ്പ പറയുന്നുവോ അപ്പ ഞാൻ റെഡി. ആ നമ്മുടെ കാര്യം വിടറ. ജമീലയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഈ മാർച്ചിൽ 20 തികയും. എന്റെ റീന മോൾക്ക് 19 കഴിയും. അച്ഛനും അമ്മയും കാർ ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അവളുടെ എല്ലാം ഞാനായിരുന്നു. ജമീലയ്ക്ക് ഞാൻ ഒരു നിക്കാഹ് ആലോചിച്ചിരിക്കുക. ചന്തക്കടവിൽ ഒരു സ്പെയർ പാർട്സ് കടയാ പയ്യന്. എങ്കിലിത് പ്രൊസീഡ് ചെയ്യാം. ജമീലയുടെയും റീനമോളുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാടാ? ഫ്രീ ബേർഡ്സ്. ആകാശത്തിലെ പറവകളെ പോലെ പറന്നു പറന്നു. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിച്ചു. റോണി, റോണിയേ, റോണി. ആ ദിനകുട്ടി, റോണി എവിടെ? റോണിച്ചാൻ ഇപ്പോഴൊന്നും നേരം വിളിക്കില്ല. അവൻ ഇതൊരു എഴുന്നേറ്റില്ലേ? എങ്ങനെ എണീക്കാനാ? പറ്റിയ പാർട്ടിയല്ലേ കൂട്ട്. രാവിലെ ചൂടാവാതെ കാര്യം പറ. ഒന്നുമില്ലെന്നേ. ഇന്നലെ ഫുൾ ഫോമിലായിരിക്കാം ലാൻഡ് ചെയ്തല്ലേ? അയ്യടാ, ഒരു ഇന്നസെന്റ് ബേബി. ഇവിടുന്ന് ജമാലിക്ക റോണിച്ചാനെ വിളിച്ചോണ്ട് പോയപ്പോ 2 കാലയിലായിരുന്നു. പക്ഷെ വന്നത് 4 കാലയിലാ. അള്ളാഹ് ഞാൻ അറിഞ്ഞില്ല. തീരക്കറിയാലോ, നമുക്ക് മദ്യ ആറാമാണ്. യവൻ ഇങ്ങനെ തുടങ്ങിയാൽ ശരിയാവില്ല. ഞാൻ അവനെ ഒന്ന് ഉപദേശിക്കാം. റോണി എഴുന്നേക്കണം. എന്താടാ ഇത്? എന്തൊരു ഉറക്കോടാ ഇത്? വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. മണി 10:30 നോക്ക്. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. പിടിക്കട്ടടാ, അതിനല്ലേ തൽക്കാലം അയാളെ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നു. അതല്ലടാ, നീ അയാൾക്കല്ലേ ഒരു പട്ടര ചൂണ്ടിക്കാണിച്ചത്? അത് ഇതുമായിട്ട് എന്ത് ബന്ധമാടേ? അയാളുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചത്. ആ നേരാണോ? ഇതിന്റെ 20%, അതായത് 20 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ദൈവം നമ്മുടെ ഭാഗത്താടാ. ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം നിർത്താനുള്ള ഏറ്റവും നല്ല ചാൻസ്. നമ്മളിവിടെ ഒരു കലക്ക് കലക്കൂടാ. ഉപദേശിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? എന്തിനാടാ കള്ളു കുടിച്ച് ചാവുന്നതെന്ന് ഞാൻ പല ടൈപ്പിൽ ഉപദേശിക്കായിരുന്നു. ഇതൊരു പുതിയ ടൈപ്പാ. പക്ഷെ ഇത് വിജയിക്കും കേട്ടോ. അരവിന്ദാക്ഷൻ കാല് വാരുവോടെ? മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ, ഇയാളെന്തിനാ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കുണ്ടോട്ടിയോ മലപ്പുറോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പെശകേ. വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആര് കേട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചുരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിക്രമേ, എന്താ? നീ പറഞ്ഞേ വാ. ചായ. എടാ മോനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ല. എന്റെ പെണ്ണ് ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. എടാ, പടവാളിൽ ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ? ഊതല്ലേ എന്തോ ഊതല്ലേ. എടാ, എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം, ഏത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, അത് നീയല്ല. പിന്നെ എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈകടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം തോന്നാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നില്ല. തന്റെ ഈ പത്രം ഒരു തവണ വായിച്ചാൽ മതി. എടാ, എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ എന്റെ പഴയ സ്വഭാവം വരും.
ചെറ്റ 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 സ്വഭാവം ചെറ്റ്. പുകഴ്ത്തല്ലേ, ഏ? സ്വയം പുകഴ്ത്തല്ലേ. എടാ തെണ്ടിത്തരം പറഞ്ഞാണ്ടല്ലോ. എടാ തെണ്ടി അടിച്ചിട്ട് മുഖത്തിൽ ഷേപ്പ് ചെയ്യാൻ മാറ്റൂ. എന്നാ അടിച്ച് ഷേപ്പ് മാറ്റണോ? ഇതെന്താ ഇങ്ങനെ? എന്താ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി കറങ്ങിയാണോ ഞാൻ നടക്കുന്നത്? പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുക. അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ അയ്യോ മരിച്ചോ? എപ്പോ മരിച്ചോ? എപ്പോ? അല്ല, നിങ്ങളല്ലേ ഇങ്ങനെ അങ്ങേര് മോളിൽ താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യനെ ഓ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. മിസ്റ്റർ നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുകയോ? എന്താണെന്ന് അറിഞ്ഞില്ല, ഈ ഇടയായിട്ട് സ്വന്തം പേര് മറന്നുപോയി. അതൊരു പുതിയ രോഗം, അമ്നീഷ്യ. ബൈ ദി വേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നത്. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാ. ആ പട്ടര കണ്ടാ തോന്നില്ല അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ആ, 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ. അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ചെന്നാൽ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നോ നോ നോ. മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ, കുറച്ച് കഷ്ടപ്പെടണോസേ. ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രൊമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പിണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം. കുറച്ച് കുറയട്ടെ. 3 മാസം. കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഞാൻ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റേ? അതെ, നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല, എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല, റോണി വിൻസെന്റ്. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു അത്രമാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി ഇതുവഴി. ഓ, മറന്നു. വീണ്ടും അമ്നീഷ്യ. ആ, ഇത് തന്നെയാണ് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്. സാർ, ഇവിടെ ആരും ഇല്ലേ? താങ്ക് യു, താങ്ക് യു. അരവിന്ദാക്ഷൻ സാർ. ഓഹോ, അരവിന്ദാക്ഷൻ കൊടുത്തച്ചാണല്ലേ? അപ്പൊ നിങ്ങളല്ലേ അരവിന്ദാക്ഷൻ സാറ്? അത് ഞാനല്ല. പിന്നെ അരവിന്ദാക്ഷൻ മരിച്ചു. മരിച്ചോ? മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒരാൾ കുറച്ച് നേരത്തെ വന്ന് ഇപ്പോണ്ട് പോയതേ ഉള്ളൂ. അങ്ങനെ പറ്റ ജീവയുടെ മുകളിൽ ഇരിപ്പുണ്ട്. എന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? നേരത്തെ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? വാടോ. ചെറുക്കനെ സ്വീകരണം കൊടുക്കാൻ പറ്റിയ ഒരു ചളക്ക്. എന്താ കൊടുത്താൽ? ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദാക്ഷൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തി ആരാന്നറിയോ? ഈ ഞാൻ, എന്റെ പടവാൾ. ഇങ്ങടുത്തു വാ. എന്റെ അടുത്തൊട്ടി നിന്നാൽ നിന്നെയും 10 പേരെ കൊണ്ട് സ്വീകരണം തരാനുള്ള ഒരു അവസ്ഥ പടവാൾ വഴി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ ചപ്പടാച്ചടിക്കാതെ വിശ്വാ. ഇന്ന് വരെ തന്റെ കൊടുവാൾ പടവാൾ എന്തു ആളായാലും 10 കോപ്പി തികച്ചു വിറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? എടാ, എന്റെ പടവാളിനെ തൊട്ട് കളിച്ചാൽ നോക്ക്, നിന്നെ കളി പഠിപ്പിക്കും. എന്നെ കളി പഠിപ്പിക്കണോ? തൽക്കാലം പഠിച്ചോ? കൺഗ്രാചുലേഷൻസ്. ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു. സോറി, ഇപ്പൊ ടൈമില്ല. സാർ പ്ലീസ്. സാർ ഇന്നലെ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചില്ലേ? ഓ, പിടിച്ചു. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നവരാണെങ്കിൽ ഓഫീസിലേക്ക് വരും. ഓഫീസിലേക്ക് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല സാർ.
ആരാണ് ഇൻഫർമേഷൻ തന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളകം പൊയ്ക്കോളാം. അത് പുറത്തു പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ സീക്രട്ട്. പുറത്താരോടും പറയണമെന്നില്ല സാർ, ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് അവനെയാണ്, ആ ഇൻഫോർമറെ. സാറ് പറയുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? എന്നെ വെരട്ടി ഇൻഫോർമർ ആരാണെന്ന് അറിയാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. അത് ശരി രാഘവ, ഞാൻ ചോദിച്ചിട്ട് സാറ് പറയുന്നില്ല. നീ തന്നെ സാറിനോട് ചോദിക്ക്, ഒന്ന് മയത്തി ചോദിച്ചാ മതി, അപ്പൊ സാറ് പറയും. എനിക്കൊരു ന്യൂസ്. എന്താ? ഒരു സെൻസേഷൻ ന്യൂസിനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായ ഞാൻ വരണോ? വരണം. എവിടെ പോലീസ്? പോലീസ് പട്ടാളാണ്. എടാ, എന്റെ കൊങ്ങ കയറി പിടിച്ചപ്പേ ഞാൻ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞതാ. വേദന കൊണ്ട് അത് പോലീസ് പോലീസിനായി പോയത്. തനിക്ക് നേരത്തെ പ്ലീസ് പ്ലീസ് പറഞ്ഞു തൊഴിച്ചുകൂടായിരുന്നു. നേരത്തെ വിളിക്കാടാ, ഫസ്റ്റ് അടിക്കാൻ എന്റെ ബുദ്ധി മരവിച്ചു പോയത്. അത് വണ്ടേ മരവിച്ച് കിടക്കല്ലേ? ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് സർ. അവര് 40 പേരുണ്ടായിരുന്നു. തലങ്ങനെയും വെലങ്ങനെയും നെടുകയും കുറുകയും ഒളിച്ചിരുന്നും അല്ലാതിരുന്നുള്ള ആക്രമണം. കയ്യിൽ വെട്ടുകത്തി, വടിവാള്, ചുരുട്ടുവാള്, പിന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വാളുണ്ടല്ലോ, എന്താ എന്റെ പേര് സാർ? അതെ, തുടങ്ങിയ മാരകായുധങ്ങൾ. അഭ്യാസികളാണ് അവർ ഓരോരുത്തരും. ഒടുവിൽ ഞാൻ കാവിലമ്മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാടൻ മുറങ്ങ് പ്രയോഗിച്ചു. അതിൽ അവര് വീണു. ആര്? താനോ? അല്ല, അവര്. പിന്നെ കണ്ണടച്ചോണ്ടുള്ളൊരു കീറലായിരുന്നു. കീറി. അപ്പോ തന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് ആ കീറലിനിടയിൽ കിട്ടിയതായിരിക്കും. അല്ല ചേച്ചാ, ഇത് രാവിലെ വ്യായാമം എടുക്കുന്ന സമയത്ത് കാലൊന്ന് വഴുതി ഒരു ചെറിയ കീറൽ, അല്ല പോറൽ. തനിക്ക് അവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചോടായിരുന്നോ? പോലീസ് വരുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയില്ല. അവർ ജീവനം കൊണ്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓടി സാർ. അതുപോട്ടെ, ഇന്ന് രാത്രി മുതൽ എനിക്ക് ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ ആഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി താനൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ? യെസ് സർ. ചന്തക്കടവിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന ആ പയ്യന്റെ ആലോചന ജമീലയ്ക്ക് വീണ്ടും വന്നു. എന്താ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലാത്തതെന്ന് അവര് ചോദിച്ചു. അതിനെന്താ ഉമ്മ, നമുക്ക് കൂട്ടായിട്ട് പൊക്കളയാം. പോയി ഫിക്സ് ചെയ്യുന്നൊന്നുമല്ലടാ പ്രശ്നം. 50 പവനും 1 ലക്ഷം രൂപയാ ശ്രീധരൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന ഇത്രയും രൂപ? ഒറ്റ മാർഗേ ഉള്ളൂ, അറ്റ കൈക്ക് ഈ വീട് വിൽക്കുക. അതൊന്നും വേണ്ടി വരില്ല. ദൈവം എന്തെങ്കിലും മാർഗം കാണിച്ചു തരാതിരിക്കില്ല. ജമീലേക്ക് ഒരാങ്ങള മാത്രമല്ലല്ലോ ഉള്ളത്. പണം ഉണ്ടാക്കാൻ നീ മാത്രം ബുദ്ധിമുട്ടണ്ട, ഞാനും ഇല്ലേ. എല്ലാം ശരിയാവൂടാ. എന്നാ സത്യത്തിൽ ഇപ്പൊ പൊരെ നിറഞ്ഞു നിൽക്കുന്ന അവളല്ല, നിങ്ങളാ. ഇപ്പോഴെങ്കിലും ഉമ്മയ്ക്ക് അത് പറയാൻ തോന്നിയല്ലോ. ജമീല ഞാൻ കെട്ടും. നീ കെട്ടുവോ കെട്ടാതിരിക്കും എന്ത് വേണേ ചെയ് മോനെ. പോയി കളയരുത്, ഉമ്മ ചായ കൊണ്ടുവരാം. ഉമ്മ ചായയുടെ അവലൂസ് കൊണ്ടോടെ എടുത്തോ. നിനക്ക് വേണേ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്ത് help? വല്ല പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഉള്ള ഏതെങ്കിലും റബ്ബറച്ചായന്റെ മന്ദബുദ്ധിയായ മകളെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിക്കാം. നല്ല പൂത്ത കാശ് കിട്ടും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ ഏതാണ്ട് നോക്കിയിരിക്കുക. എന്ത് നോക്കിന്ന്? ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ച എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പെണ്ണെങ്ങനെ? പെണ്ണ് കൊള്ളാം, പക്ഷെ തന്ത മന്ദബുദ്ധിയാണോ എന്നൊരു ഡൗട്ട്. ഹലോ, ഞാനാ കറിയാച്ചൻ കൈചൂണ്ടി. ഞാനും അച്ചായ മേഴ്സിക്കുട്ടി. ഹലോ. എനിക്ക് അച്ചായനെ കാണാൻ കൊതിയായി. എനിക്ക് കൊതി തീരെയില്ല. ആർത്തിയാ, ആക്രാന്തമാ. നമുക്കൊന്ന് കൂടണ്ടേ? എപ്പോഴാ? നാളെ കാണാം. നമുക്ക് സീവേവ്സ് ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, ഞാൻ വരാം. കൊച്ചു കള്ളി. ഡാഡി?
പള്ളിക്കാട് പ്രഭാകരനല്ല, ഇനിയിപ്പോ വള്ളക്കടവ് പാക്കരനാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ലോഡ് അവിടെ തന്നെ കിടക്കും. കല്ലടോ, ഈട്ടിയാ ഈട്ടി. ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. ഞാൻ പോവാ. മോള് മാരുതി എടുത്തു. ഡ്രൈവർ ആക്കുവരെയും കുട്ടിക്കോ? മാരുതി പോവാം, പക്ഷെ രാഘവൻ വേണ്ട. അല്ലെങ്കിൽ ജോസൂട്ടിയെ വിളിച്ചോ? അതല്ല ഡാഡി, ആ. ഇന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം പ്ലീസ്. അത് വേണോ? വേണം. വേണ്ടെന്നാര് പറഞ്ഞു? പക്ഷേ ചെത്തരുത്. നോർമലായിട്ട് പയ്യെ പയ്യെ പോണം. ഓക്കെ ഡാഡി. ഓക്കേ. ബൈ. ആ, ഒരു ശല്യം പുറകെ കൂടിയിരിക്കുക. ഏത് ശല്യം? പൂവല ശല്യം. മനസ്സിലായില്ല. ഒരുത്തൻ പിന്നാലെ കൂടിയിട്ടുണ്ട്. എവിടെ പോയാലും അവന്റെ ഷേപ്പിലെസ് മോന്തയാണ് കാണുന്നത്. തന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. സ്പീഡ് വിട്, സ്പീഡ് വിട്. ശ്ശോ, അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആരാ? ആ ചെത്ത് പാർട്ടി. കൈചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാര് വളർന്നോ? ഡാഡി വഴക്കിനൊന്നും പോകണ്ട. നോ, ഇവരെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ വണ്ടി ഇന്ന് വല്ലതൊക്കെ നടക്കും. ഹലോ. ഹലോ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസെന്റ്. ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാൻ കറിയാച്ചൻ. കൈചൂണ്ടി. ആര് കൈ ചൂണ്ടി? ഡേയ്, നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്തവരൊക്കെ കൈ ചൂണ്ടിരുന്നു. ഞാനങ്ങ് ചൂണ്ടിയില്ല. അങ്കിൾ, അവൻ കൈ ചൂണ്ടിയിട്ടില്ല. അങ്കിളിന് തോന്നിയതാ. അവനാ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലടാ ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈചൂണ്ടി. കൈചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയാ. ഇതെന്റെ മോള് സാരാ സക്കറിയ. ഹലോ. നമസ്തേ. അത്രയും മതി. ഓക്കെ. അപ്പോഴേ ഇത് ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത് പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്താ ഈ പറയുന്നത്? അങ്കിൾ ചൂടാവാതെ. ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല, ഇത് കൊള്ളാലോ സാറേ, ഇത് പബ്ലിക് റോഡാ, രാജവീതിയൊന്നുമല്ല. രാജഭരണക്കാലത്തെ രാജകുമാരിയൊന്നും അല്ലല്ലോ ഇയാടെ മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിലൊരു കണ്ണാടി കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ട് പ്രതിഷ്ഠിക്കും. വെറുതെ മനുഷ്യരെ മനസ്സിലായി മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഞാനെന്തോ നീ ജീവിപ്പായി. കോംപ്രമൈസ് അങ്കിൾ. ഓക്കെ. എന്തോന്ന് കോംപ്രമൈസ്? എടാ, നിന്നൊക്കെ തല്ലാത്തതേ കൈ ചൂണ്ടി കറിയാച്ചൻ കൈ കാണുമെന്ന് വിചാരിച്ചിട്ടാ. ആ സർ, തന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ. എപ്പോഴെങ്കിലും വന്നല്ലോ. ആ, ഞാൻ എഫിഷ്യന്റ് ആയതുകൊണ്ട് സാധാരണ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ആരും തരാറില്ല. ഇപ്പം തന്നു പോയി ക്ഷമിക്ക്. ആ, രാവിലെ ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. യെസ് സർ. ഓരോരുത്തന്റെ സമയം. പട്ടർ ഉറങ്ങിയോ? ആ, ഉറങ്ങിക്കോ. നല്ല ക്ഷീണം കാണും. നാളെ കോടതിയിൽ ഹാജരാകാനുള്ളതാണ്. സരവിന്ദാക്ഷൻ. ഞാനാ റോണി വിൻസെന്റ്. നമ്മുടെ 20 ലക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ പുതിയ ചില ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാ സാറിനെ മാത്രം അറിയിക്കാം. ആ, ശരി. വെക്കട്ടെ. അപ്പൊ പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. ഇല്ലില്ല, ഞാൻ ഏറ്റു. ഓക്കെ, ശരി. ആ യെല്ലോ ഷർട്ടുകാർ.
Don't disturb, bloody fool. What nonsense you are talking? Sorry, sir. ഞാൻ പല പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പട്ടര് ഇതുവരെ ഏത് പട്ടര്? എടോ തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പട്ടര്. ഓ. രാവിലെ ഏത് കൊല്ലം കൊടുത്തോ? രാവിലെ അയക്ക് തൈരിശാദം വേണോന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സർ തൈരിശാദം മേടിക്കാം? തൈരും പിന്നെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കാണാതാകുക, അതും തന്റെ ഡ്യൂട്ടി സമയത്ത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അതാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എപ്പോഴാ പട്ടരെ അവസാനമായി കണ്ടത്? 1900. ഞാൻ ഡ്യൂട്ടി അരവിന്ദാക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ പട്ടർ സെല്ലിൽ ഉണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്താ. സർ, ഡിപ്പാർട്ട്മെന്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഞാൻ അല്പം സ്മാർട്ടായി പോയി എന്ന കാരണത്താൽ അസൂയ പൂണ്ട ചില കുബുദ്ധികൾ എനിക്ക് നേരെ പാരവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പട്ടരുടെ തിരോധാനം എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മിസ്സായതും പോരാ, വിഡ്ഢിത്തം പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ കാണാതായ പ്രതിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്കെതിരെ ഏതോ നയവഞ്ചകരുടെ ഗൂഢാലോചന. അരവിന്ദാക്ഷൻ, യു മേ ഗോ. സർ, വസ്തുനിഷ്ഠമായി സർ. കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള ഒരാളെ രക്ഷപ്പെടുത്തുന്നതിൽ എളുപ്പം കൊല്ലുകയാണ്. കസ്റ്റംസുകാർ എത്ര ചോദിച്ചിട്ടും താനൊന്നും പറയാത്തതുകൊണ്ട് മാത്രമാണ് താനിപ്പോഴും ജീവനോടിരിക്കുന്നത്. മനസ്സിലായോ? അവര് ഉപദ്രവിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ മോനെ കുറിച്ച് ഓർത്തത്. അനന്തുവിനെ എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? 1 കോടി രൂപയുടെ സാധനം തൊലച്ചിട്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു മകൻ. വിവരം കിട്ടുമ്പോ അറിയിക്കാം. പാസ്പോർട്ടിൽ കള്ള അഡ്രസ് ആയതുകൊണ്ട് കസ്റ്റംസുകാർ അന്വേഷിച്ച് തന്റെ വീട്ടിലേക്കൊന്നും വരില്ല. താൻ അവരുടെ വായി ചെന്ന് ചാടായിരുന്നാ മതി. ഇല്ല സാർ, വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. എന്റെ മോൻ, തന്റെ മോനെ എവിടെ ഉണ്ടെങ്കിലും തപ്പിത്തരാ. അന്വേഷിക്കുന്നുണ്ട്. വരട്ടെ. അതല്ലേ അയാളെ കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട്. ലെറ്റ് us wait and see. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മോനെ അച്ഛൻ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആയത്. ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് മോനെ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അച്ഛൻ നീ മാപ്പ് തരില്ല അനന്തു, മാപ്പ് തരില്ല അനന്തു. മാപ്പ് തന്നു എന്ന് പറ മോനെ. പട്ടരുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാണ്. അടിയുള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട്. എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാന്ന് എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് താങ്ങാം. ആട്ടെ, പട്ടരെ ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചെന്നാലും എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രയ്ക്ക് സർക്കുലേഷനായി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി 2. മുറി 2 ആക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കണം. സോറി സർ, സോറി. എനിക്കതല്ല. എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാരമടങ്ങ് അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിനല്ല സർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സാർ, സാർ, വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യിലില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാനാണെങ്കിൽ പൈസ ഞാൻ തരാം. സാർ വയ്ക്കും. നാണമില്ലല്ലോ. 50 രൂപ ചീറ്റിപ്പോയല്ലേ? എടാ, നിന്റെ മുതലാളി എവിടെ പോയി കിടക്കുക? എന്റെ വിശ്വ പടവാള് പോലുള്ള ഒരു ഡൂക്ലി പത്രത്തിന് അങ്ങനെ ഒരു പരസ്യം തരൂല. അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ. അങ്ങേരെ കണ്ട് ഒരു പരസ്യം ഒപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ അതിന് വിളിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുറച്ചു മുമ്പ് അലക്സ് എന്ന ആളെ അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോ. അന്ന് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്ടിൽ വന്ന ഡിറ്റക്റ്റീവ്. സാർ, സാർ, 1 മണിക്കൂർ അല്ല 1 മിനിറ്റ്.
ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞതാണല്ലേ? അറിയാം. ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. സാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ സാറിന് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും കേസ് പിടിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അരവിന്ദാക്ഷൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളല്ലേ? സാറിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ഓൺ ദ വേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, ഗർജിക്കുന്ന പടവാൾ പത്രത്തിന്റെ ആൾ ഇൻ ആൾ. തൽക്കാലം ഇന്റർവ്യൂ ഒന്നും വേണ്ട. അതെന്താ? ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്ന, അത് പരസ്യമാക്കാൻ പാടില്ല. അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. കറക്റ്റ്. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഞാൻ വിക്രമൻ, ഹോട്ടൽ സീവേഴ്സിന്റെ ഓണർ. ഹലോ. ആര്? ഓണർ നിർത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അയ്യേ. അതുപോട്ടെ. പിന്നെ അരവിന്ദാക്ഷൻ സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചിരിക്കാം. ഓ, ഒരു റിവാർഡിന്റെ കാര്യത്തിനായിരിക്കും. പുള്ളിയുടെ കെയർ ഓഫിൽ സർക്കാരിൽ നിന്ന് എനിക്കൊരു 20 lakhs rupees കിട്ടാനുണ്ട്. 20 lakhs? അതെ. 20 lakhs എന്ന് പറയുമ്പോ എത്ര കോടി രൂപയാ? വിട്. ആരാ പോയ ബാക്കി? എക്സ്പോർട്ടർ കറിയാച്ചൻ, കൈ ചൂണ്ടിക്കറിയാച്ചൻ, റൂം നമ്പർ 303. പടവാളുള്ള പത്രത്തിനൊന്നും ഇന്റർവ്യൂ വരൂല. കാണുന്ന പോലെയൊന്നും അല്ല. ഡീസന്റ് പാർട്ടീസാ. പോടെ. അയാളുടെ കൂടെ പോയതാരാണ്? അയാളുടെ ഭാര്യ. ഭാര്യയോ? അയാളുടെ ഭാര്യ വെച്ചിട്ട് 10 വർഷമായി. ഇത് കേസ് വേറെയാണല്ലോ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്! ഹോട്ടൽ സീവേഴ്സിൽ വ്യവസായ പ്രമുഖനായ കൈചൂണ്ടിക്കറിയാച്ചന്റെ രതിലീലകൾ. നാളെ എന്റെ പത്രം 500 കോപ്പി എക്സ്ട്രാ ചിലവാകും. എന്റെ ജോലി തെറിക്കും. ജോലി തെറിക്കട്ടെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്യണം. എന്റെ ജോലി ഒരു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ആത്മാർത്ഥമായ കടമയാണ് പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം. മുഖം നോക്കാതെ എന്തും തുറന്നെഴുതുന്ന കരുത്തനായ ആദർശധീരനായ ഒരു പത്രാധിപരാണെന്ന്. വിവരമുള്ളവർ പറയുന്നത് കേട്ട് കാര്യമുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലാളിയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടാ. സാർ, ചായ. ചായയോ? ഞാൻ ചായ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. എന്നാലും ഒരു ചായ കുടിക്കണം സാർ. എന്നാലും ചായയോ? ആരടാ ഇവിടുത്തെ എന്നാലും ചായ? അത് കൊള്ളാം. ഒരു മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാ. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ഇവന്മാരൊരു ചായ. നീ എന്താ ഇവിടെ? കാര്യമുണ്ട്, പറയാം. എന്ത് കാര്യം? എന്തോന്ന് കാര്യം? ഒരു സിംഗിളടി. ബഹളം ഉണ്ടാക്കാതെ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഡബിൾ അടി. എന്റെ നെഞ്ചത്തിന് കാര്യം. എന്ത് ഫോട്ടോഗ്രാഫർ? എന്തോ എടാ, നീ എന്ത് തെമ്മാടത്തരാണ് ഈ കാര്യം? ബഹളം ഉണ്ടാക്കരുത്. പോലീസ് വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. പോലീസോ? അതെ, പോലീസ്. എവിടെ? പോലീസല്ല, താഴേന്ന് ബഹളം കേട്ടാ ഞാൻ ഓടി വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ റൂം ഒന്ന് ഒഴിഞ്ഞു തരണം. എന്റെ ജോലി പോകുന്ന കേസാ. എടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇദ്ദേഹം പടവാൾ പത്രത്തിൽ നാളത്തെ പടവാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഒരു ന്യൂസ് ഉണ്ടാവും. ചതിക്കരുത്. ഞാൻ എന്ത് വേണം ചെയ്യാം സാറേ. എന്റെ മാനം പോകും. ഞാനുള്ളവരല്ലേ മാനം. ഞാൻ കാല് പിടിക്കാം. എഴുന്നേൽക്കണം. ഒന്നുമില്ലെങ്കിലും താരാ സെക്രട്ടറിയുടെ ഫാദറല്ലേ, വഴിയുണ്ടാക്കാം. ഒന്നും വന്നേ. എന്തിനാ അത് ശരിയാവത്തില്ലെന്ന്? അതെന്തിനാ? ഇന്ത്യ ചതിക്കരുത്. സർക്കുലേഷനുള്ള പേപ്പറാണ്. ഒന്നും പറയണ്ട. ഏറ്റോ ഏറ്റല്ലോ. ഏക്കാതെ എന്ത് ചെയ്യും? ബാക്കി കാര്യം ഞാൻ പറയാം. ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് ഞാനൊരു ഗംഭീര പാർട്ടി തരും. കാശ് അങ്കിൾ തരും. അതെല്ലാം കൊള്ളാം. പക്ഷെ ഈ ഹോട്ടൽ വെച്ച് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോട്ടൽ വെച്ച്. ഓക്കെ. ആരുടെയും മുഖം നോക്കാതെ എല്ലാം തുറന്നെഴുതുന്നൊരു പത്രപ്രവർത്തകനാണ് ഞാൻ. എന്റെ 14 വർഷത്തെ പത്രപ്രവർത്തനത്തിനിടയിൽ ആദ്യമായി ഞാൻ എന്റെ പത്രത്തിന്റെ ചാരിത്രം നശിപ്പിച്ചു. എനിക്കിത് മറക്കണം. എല്ലാം മറക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു സ്ഥിരം മദ്യപാനിയൊന്നുമല്ല. കല്യാണത്തിന് ശേഷം ഇത് തൊടണമെങ്കിൽ അമ്മാവൻ പറയണം. പിന്നൊരു കാര്യം, അമ്മാവൻ ഇതൊന്നും പോയി താര എടുത്ത് പറയരുത്. പറയൂ? ഇല്ല പറയത്തില്ല. അപ്പോ
നമുക്ക് എപ്പ കല്യാണം നടത്താം? നമുക്കോ? അതല്ല, ഞാനും താരയും തമ്മിലുള്ള കല്യാണം എപ്പം നടത്താമെന്ന്. ആ ഇതെനിക്കൊന്ന് ആലോചിക്കണം. അവിടെ ആലോചിച്ചോണ്ടിരുന്നോ? ആ ഡിങ്കിലാസിൽ ഫോട്ടോ ഉണ്ടല്ലോ, വാരാപ്പുഴ കത്രീനിന്റെ വടിയിൽ കൈകൊണ്ട് കളിയാച്ചാൻ തലവെച്ച് കിടക്കുന്ന ഫോട്ടോ. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജിൽ ജഗ 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 ജഗ. നമുക്ക് നിശ്ചയിക്കാം. ഏ? നമുക്ക് ഏ? നിശ്ചയിക്കാം. താന്റെ കൂടെ റൂമുണ്ടായിരുന്ന വരാപ്പുഴ കത്രീനാളെങ്ങനെയുണ്ട്? താൻ ഒതുക്കി തരുമോ എനിക്ക്? ഹലോ താര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷേക്കാൻ. നമസ്കാരം. ഓഹോ, ഇവിടം വരെ എത്തിയല്ലേ? എത്തേണ്ട അടുത്ത് എപ്പോഴായാലും എത്തിയല്ലേ പറ്റൂ. അകത്ത് ഡാഡിയുണ്ട്. നോ പ്രോബ്ലം. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നാണ് എന്റെ അഭിപ്രായം. താര എന്ത് പറയുന്നു? ഞാൻ ഡാഡിയെ വിളിക്കാം. അയ്യേ, ഡാഡിയെ അല്ല, ഞാൻ താരയാണ് സ്നേഹിക്കുന്നത്. ഡാഡിയുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ഓ യെസ്, വിളിക്ക്. അദ്ദേഹത്തിന് എന്നെ പറ്റി നല്ല അഭിപ്രായമാകാനേ വഴിയുള്ളൂ. അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഒന്ന് മാറി നിന്ന്. അമ്മാവാ, അമ്മാവാ, ഉറക്കൊന്നും അല്ലല്ലോ. അമ്മാവാ. മോളെ താര, അതാരാ? അയ്യോ പാര. ആരാ മനസ്സിലായില്ലല്ലോ? എന്നെ മനസ്സിലായില്ലേ? ഫാമിലി. ആണോ? വരൂ, ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇരിക്ക്. അല്ല അമ്മാവാ, നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്ത് തീരുമാനം? അത് ശരി. കേട്ടോ വരെ, ഇന്നലെ ഹോട്ടൽ CVF-ൽ വെച്ച് ചിരിച്ച് 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 ഈ അമ്മാവന്റെ ഓരോ വേലകളെ ഫാമിലി ഫോട്ടോ അമ്മാവാ. ഇവിടെ പറയണ്ട. സാരമില്ല അമ്മാവാ, എന്നായാലും ലോകം മുഴുവൻ അറിയാവുള്ളൂ അല്ലേ? പറയണ്ട. എന്താ കാര്യം? അതായത് അതെ പറയണ്ട. ഞാൻ പറയും. പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തരം നിസ്സാര കാര്യങ്ങൾ പോലും അമ്മാവൻ മകളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. നിസ്സാര കാര്യമോ? അതെ അതെ, ഹോട്ടൽ CVF-ൽ വെച്ച് അമ്മാവൻ ഇന്നലെ ഒരു അക്കടി പറ്റി. ഞാൻ അമ്മാവനെ അതിൽ നിന്ന് സേവ് ചെയ്തു. ശരിയല്ലേ? അതെ. ഇതൊക്കെ ആർക്കും പറ്റാവുന്ന അബദ്ധമല്ലേ? അതിന് അമ്മാവൻ ഇങ്ങനെ ചമ്മിയാലോ? ഡാഡിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും സാധാരണ പറ്റാറില്ല, അതുകൊണ്ടാ. ആണോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഫാമിലി. ഇന്നലെ അമ്മാവൻ പറഞ്ഞത് അങ്ങ് മറന്നുപോയോ? എന്തോന്നു? എന്നെ പോലെ സുന്ദരനും സൽസ്വഭാവിയും സ്മാർട്ടുമായിട്ടുള്ള ഒരു മരുമകനെയാണ് അമ്മാവന്റെ ഭാവനയിലുള്ളതെന്ന്. അല്ല, അതത്ര പെട്ടെന്ന് അമ്മാവനോട് പറയരുത്. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റില്ല. ലൈഫ് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. രാത്രി മുഴുവൻ ആലോചിച്ചു. ശരി, അമ്മാവന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. അല്ല, അത് ഇവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അയ്യോ, അമ്മാവൻ ഇഷ്ടമാണോ? എനിക്കോ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ. അമ്മാവൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് താര എന്ത് പറയുന്നു? അത് ആ, മടിക്കാതെ പറഞ്ഞോളൂ. അത് ഡാഡിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. അതിനിടയ്ക്ക് ആ പടവാളുകാർ വന്നിരുന്നു. പടവാളോ? പത്രം. അവർക്ക് ഈ ഫോട്ടോ വേണമെന്ന് ഫ്രണ്ട് പേജിൽ ഇടാൻ 25,000 രൂപ വരെ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. ചോദിക്കരുത്. ചില കാര്യങ്ങൾ തീരുമാനമാകാനുണ്ട്, അത് നടന്നില്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഉറപ്പ്? ഉറപ്പ്. ടൈമായില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ആ പട്ടരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നേ പറ്റൂ. അയാൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. 3 ദിവസത്തിനുള്ളിൽ പട്ടരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ സസ്പെൻഷനിലാവും. സാറ് സമാധാനായിട്ടിരിക്കൂ. എല്ലാറ്റിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ഞാൻ സംസാരിക്കാം. സാർ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ ആകെ കുളമാകും. ഞാൻ തന്നെ ഒരു മയത്ത് സംസാരിച്ച് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? മോനെ മോനെ, നീ എന്നോട് മാത്രം സത്യം പറ. ആ പട്ടണം എവിടെയുള്ളത് എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞോളാം. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് അവരുടെ സീക്രറ്റ്സ് അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. ആ. ഞങ്ങളുടെ പ്രൊഫഷന്റെ പോളിസി അതാണ്. ആ പട്ടര് സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്ന് റോണിക്ക് വിവരം കിട്ടിയല്ലോ. ആ വിവരമാണല്ലോ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. പട്ടരുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന കള്ള അഡ്രസ് ആയിരുന്നു. അയാൾ എവിടെയാണെന്നുള്ള വിവരം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോണിയെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പട്ടരെ കാണിച്ചു കൊടുത്തോടി എന്റെ ജോലി കഴിഞ്ഞു. കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ? എന്നൊക്കെ പറഞ്ഞ പട്ടരുടെ വീട് എവിടെയാണ്, അയാൾ ആരെ ഏജന്റാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ കിട്ടിയ ആ പാവം മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. മോനെ, അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാൻ ഒരു പുതിയ കേസ് അന്വേഷണത്തിലാണ്. അതിനിടയിൽ ഇതുകൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ താനല്ലാതെ വേറെ ആര് കണ്ടുപിടിച്ചിരാനാ? തന്റെ കുളമാക്കരുത്. ഞങ്ങൾ മാന്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ജോലി തെറിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എല്ലാവരും സാറിന് ഞങ്ങൾ വിടില്ല. Please, മോനെ. ഞാനെന്തോ ചെയ്യാനാ? ചുമ്മാ. അയ്യോ, കർത്താവേ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? നടക്കില്ല സാർ. അവനൊരു ഫ്രോഡ് ലുക്ക് ഉണ്ടല്ലേ. രക്ഷപ്പെടാൻ ഇത് എന്റെ വഴി. പറയാം
പട്ടരിപ്പ് ആരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് മാത്രം പറ. അത് മതി. ദോ, ആ കാണുന്ന 6-6 അടി പൊക്കമുള്ള ആ താടിക്കാരനില്ലേ, അയാളെ കസ്റ്റഡിയിലുണ്ട്. ആദ്യം ചോദിക്കുമ്പം ഏത് പട്ടര് എന്ത് പട്ടര് എന്നൊക്കെ പറയും, കാര്യമാക്കരുത്. മുറുകെ പിടിച്ചാൽ മണി പോലെ രഹസ്യങ്ങൾ പുറത്തു വരും. മോനെ, മണി പോലെ ഞങ്ങൾ പറയിപ്പിക്കും. ആ താടിക്കാരൻ ആരാണാവോ? എന്തൊക്കെ സംഭവിക്കും? ഇവിടെ നിന്നാൽ ശരിയാവില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ നീ ആരെ കാണിച്ചു കൊടുത്തേ? അവിടെ നിന്ന് ഏതോ ഒരുത്തനെ, ഒരു വില്ലന്റെ ലുക്കുണ്ട്, ഒരു അധോലോക എഫക്ട്. എന്നിട്ട് അവർ വിശ്വസിച്ചോ? അവനെ കണ്ടാൽ ആരും വിശ്വസിക്കും. അവര് 3 പേരും കൂടെ അവന്റെ പുറകെ പോയി. കുഴപ്പമാവോളിയാ? അതിനു മുമ്പ് തടിയും കൊണ്ട് ഞാനിഞ്ഞു പോന്നില്ലേ. അവസാനം സത്യാവസ്ഥ അറിയുമ്പോ നമുക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ പോവോ? അത് അപ്പോഴല്ലേ. ആ ടൈമിന് അതനുസരിച്ചുള്ള നമ്പറുകൾ ഞാനിടും. ആ കാണുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കാണിച്ചു തന്ന ആ തടിയന്റെ കാറ് കിടക്കുന്നുണ്ടോ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഇറങ്ങ്, ഞാൻ പറഞ്ഞു. എന്താ കാര്യം? ആ സാറ് ഇവിടെ നിന്നോളൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാനും അരവിന്ദാക്ഷൻ സാറും ഇവിടെ നിന്ന് വാച്ച് ചെയ്തോളാം. നീ അകത്ത് പോയി നോക്കിയിട്ട് വാ. ഞാനോ? എവിടെയും നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ നീയാണ് മിടുക്കൻ. അരവിന്ദാക്ഷൻ സാറിന് പട്ടരെ കുറിച്ചുള്ള വിവരം അറിയണം. തനിക്ക് സെൻസേഷൻ ന്യൂസ്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായ എനിക്കിത് എന്ത് കാര്യം? കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ കേരള ജനത നാളെ ഉണരുന്നത് പടവാളിന്റെ സെൻസേഷൻ ന്യൂസ് കേട്ടായി. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് വിക്രമന്റെ വീരശൂര പരാക്രമങ്ങൾ. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കള്ളക്കടത്ത് കേന്ദ്രം പിടിച്ചു, അതും നിന്റെ സഹായത്തോടെ. നിന്റെ കളർ ഫോട്ടോ ഫ്രണ്ട് പേജിൽ പടവാളിന്റെ. ധൈര്യമായിട്ട് പോകും. ധൈര്യം പുരുഷ ലക്ഷണം. അവൻ അകത്ത് കിടന്നിരിക്കുന്നു. ഞാൻ കണ്ടു. ആരും ഇല്ലേ? ഓക്കെ. അവിടെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്കഷൻ നടത്താം. സാർ, ഒരു 50 റുപ്പീസ് ഉണ്ട് കൺവീൻസ് ആയിട്ട്. സാർ, നീ ആരാ? എന്റെ പേര് വിക്രമൻ. ഹോട്ടൽ സീ വേവ്സിൽ റിസപ്ഷനിസ്റ്റ്. താനെന്തിന് ഇവിടെ വന്നു? കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷനോട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു നിങ്ങൾ കള്ളക്കടത്തുകാരാണെന്ന്. ഏത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്? പറയടാ. റോണി. എന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഇതായിരിക്കും. നീ ജീവനോട് വന്നോ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. നിന്റെ ശവം തന്ത്രപൂർവ്വം ഇവിടെ എങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ സാറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ സാറേ? അല്ലേ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അവർ നിന്നെ ശരിക്കും തല്ലിയോ വിക്രമ? ഉണ്ടാവും സാർ, ഉണ്ടാവും. പിന്നെ മാനമര്യാദ കഴിഞ്ഞവരെ കള്ളക്കടത്തുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും വെറുതെ വിടുവോ? അവര് കള്ളക്കടത്തുകാർ തന്നെയാ. അവര് കള്ളക്കടത്തുകാരായിരുന്നെങ്കിൽ പണ്ട് എന്നെ തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞാന്. അവര് ഡീസന്റ് പാർട്ടീസാ. എന്നിട്ടും തല്ലു. അത് തന്നെ ഡീസന്റ് എന്ന് പറഞ്ഞത്. എന്റെ വാച്ചൊന്നും അവര് ഊരി എടുത്തില്ലല്ലോ. നമ്മളെ ഇവിടെ വന്ന് ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2-3 പേർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് സംശയം. ഇനി അങ്ങനെ സംശയം ബാക്കിയുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ അന്വേഷിച്ചാൽ മതി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. നല്ല ക്ഷീണം കാണും. കുറച്ച് കുഴമ്പ് വാങ്ങി കറവി കൊടുക്കട്ടെ. ഒരു 50 രൂപയുണ്ട് കൺവീൻസ്. കുഴമ്പിനാ. കസ്റ്റംസിലും നാറികളുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാ. കഷ്ടം.
ഇവന്മാരെന്തിനാ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു? വശപ്പശകായോന്നൊരു സംശയം. സംശയിക്കണ്ട, വശപ്പശക് തന്നെ. നീ റിവേഴ്സ് എടു. നിനക്ക് ആനക്കുട്ടിയായിട്ട് എന്തോടെ പ്രശ്നം? ഞാനുമായിട്ടെന്തോ പ്രശ്നം? പിന്നെന്തിനാ നമ്മളെ അടിച്ചത്? എനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ ആള് മാറി അടിച്ചതായിരിക്കും. എന്റെ ബലമായ സംശയം ഇവന്മാരാള് മാറി അടിച്ചത്. അവർ രണ്ടുപേർ എന്തു പറ്റിയടാ? കമോൺ ടെൽ മീ. അവര് 18 അടവുകളും പയറ്റി തെളിഞ്ഞവരാന്നാ തോന്നുന്നത്. നാടൻ അടവുകൾക്ക് പുറമെ കറാറ്റെ, കുങ്ഫു, ജൂഡോ എന്ന് വേണ്ട വേറെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയാവുന്നവരാ അവര്. നിന്റെ കയ്യിൽ ഒതുങ്ങിയില്ലല്ലേ? സാരമില്ല, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയല്ലേ? എന്താന്ന് വെച്ചാ വേഗം വേണം. കോളേജിൽ പോയാൽ നോട്ട് എഴുതത്തില്ല. നിന്നെയൊക്കെ കോളേജിൽ അയച്ച എന്നെ പറഞ്ഞാ മതി. ഇത് സ്വാതി, ഇതെന്റെ അച്ഛൻ റോണിച്ചൻ. ഹലോ. അത്തേക്കേറിയിരിക്കാം. എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. കൂടുതൽ പോസ് കാണിക്കാതെ വരണം വരണം. ഓക്കെ. സ്വാതി, നിന്റെ കെമിസ്ട്രി നോട്ട്സും തരണേ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ശരി. പടി. കുട്ടിക്കാലം മുതലേ അനന്തും മിടുക്കനായിരുന്നു. നിത്യവൃത്തിക്ക് വകയില്ലാതിരുന്നിട്ടും അവനെ ഞാൻ പഠിപ്പിച്ചു. സത്യസന്ധനും ധീരനുമായ ഒരു കസ്റ്റംസ് ഓഫീസർ എന്നവൻ പേരെടുത്തപ്പോൾ ഞാൻ സന്തോഷിച്ചു. കള്ളക്കടത്തുകാർക്ക് അവനൊരു പേടി സ്വപ്നമായി മാറി. അവനെ ഒതുക്കാൻ വേണ്ടി അവർ എന്റെ മകളുടെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. വിധവയായ പെങ്ങളെ കണ്ടപ്പോൾ അവൻ തളർന്നില്ല. കള്ളക്കടത്തുകാരോടുള്ള വാശിയും വൈരാഗ്യവും വർദ്ധിച്ചതേയുള്ളൂ. ഒരു ദിവസം ഓഫീസിലേക്ക് പോയി അവൻ മടങ്ങി വന്നില്ല. പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒരറിവുമില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ബ്രിട്ടോയെ ഞാൻ പരിചയപ്പെട്ടത്. കള്ളക്കടത്തുകാരുടെ തടവിലകപ്പെട്ട അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തപ്പോൾ എന്റെ കുടുംബത്തിലെ പട്ടിണിയും കഷ്ടപ്പാടുമോർത്ത് അയാൾക്ക് വേണ്ടി കള്ളക്കടത്ത് നടത്താനും ഞാൻ തയ്യാറായി. പലപ്പോഴും എല്ലാവർക്കും വിഷം കലർത്തി കൊടുത്ത്
ഒപ്പം ഞാനും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കരുതും അവൻ മടങ്ങി വരുമ്പോൾ ഞങ്ങളെ കാണാതെ വിഷമിക്കില്ലേ എന്ന്. ഞങ്ങളുടെ അനന്ത് വരും എന്നെങ്കിലും. അവൻ വരില്ലേ മോനെ? വരും, തീർച്ചയായും വരും. ആ പട്ടരുടെ കുടുംബത്തിന്റെ വേദനയും സങ്കടമൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അറിയാതെ ആണെങ്കിലും ഞാൻ ഒറ്റ കൊടുത്തോണ്ട് അയാളെ പിടിച്ചത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. എന്നാലും എന്റെ മനസ്സിനൊരു കളയളിയ. കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അയാളെ അയാളുടെ കുടുംബത്തെയും സഹായിക്കാം, നമുക്കാവുന്ന വിധത്തിൽ. അതുപോട്ടെ, ഇന്ന് വൈകിട്ട് അലക്സിന്റെ സാധനം അരുമല ചെക്ക് പോസ്റ്റ് കടത്തി കൊടുക്കാൻ നീ ഏറ്റതാ. ഓപ്പറേഷൻ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വിഡി കസ്റ്റംസ് ഓഫീസർ നമ്മുടെ കസ്റ്റഡിയിലില്ലേ? അദ്ദേഹത്തിന്റെ സേവനം ഇക്കാര്യത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. ഡിറ്റക്റ്റീവ് ആ പട്ടരുടെ വീട് വരെ എത്തിക്കഴിഞ്ഞു. ഏത് നിമിഷവും ഇവിടെ ഒരു റെയ്ഡ് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ നമ്മൾ തങ്ങുന്നത് അപകടമാണ്. സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. കറക്റ്റ്. നമുക്കെല്ലാം അപ്പാജിയുടെ ഇവിടെയുള്ള ബംഗ്ലാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിന് വഴിയിലുള്ള ചെക്ക് പോസ്റ്റ് കടന്നു പോകണ്ടേ? വേണം. അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് താൻ ചെയ്യണം. അയ്യോ, ഞാനോ? പിന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എയർപോർട്ട് ഡ്യൂട്ടിയിലുള്ള ഞാൻ എങ്ങനെയാ ചെക്ക് പോസ്റ്റ് പോയി നിൽക്കുന്നേ? കോടിക്കണക്കിന് രൂപയുടെ സാധനം കൊണ്ട് തൊലച്ചത് താനല്ലടോ. അതുകൊണ്ട് ഈ ഡ്യൂട്ടി താൻ തന്നെ ചെയ്യണം. യു ഹാവ് ടു ഡു ഇറ്റ്. ഇറ്റ്സ് എ മസ്റ്റ്. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആകെ അടച്ചു മൂടിയ ഒരു വണ്ടിയിലായിരിക്കും അവർ വരിക. വണ്ടിയുടെ നമ്പർ? കള്ളക്കടത്തുകാരല്ലേ, അവരേത് നമ്പറിലും വരാം. അതെ അതെ, കള്ളന്മാരല്ലേ. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പൊക്കെ വിട്ടോ വിട്ടോ. ഗുഡ് ലക്ക്. മിക്കവാറും നാളത്തെ പടവാൾ ഒരു കലക്ക് കലക്കും. അടച്ചുമൂടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞ അടച്ചുമൂടിയ വണ്ടി അപ്പൊ പിടിക്കില്ലേ? പിടിക്കും. അതിനകത്തൊന്നും ഇല്ലെങ്കിൽ ചേടാ, മണ്ടൻ അരവിന്ദാശനെ പറ്റിക്കാനാണോ പ്രയാസം? നമ്മൾ ഉടനെ ഉൾട്ടാടിക്കുന്നു. അമ്മാര് പെട്ടെന്ന് പ്ലാൻ മാറ്റി, പെട്ടെന്ന് റൂട്ട് മാറ്റി, ഇങ്ങനെ എന്തൊക്കെ. ഏതായാലും നമ്മുടെ സാധനം കസ്റ്റംസ് എസ്കോർട്ടോടുകൂടി സേഫ് ആയിട്ട് കടത്തിയല്ലോ. ഡോണ്ട് വറി, ബി ഹാപ്പി. താനെന്താ ഇവിടെ? സാറെന്താ ഇവിടെ? എയർപോർട്ട് ഡ്യൂട്ടി നോക്കേണ്ടത് എനിക്കെന്താണ് ഇവിടെ കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എനിക്ക് പല പല കാര്യങ്ങൾ കാണും, അതും തന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്കും പല 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 കാര്യങ്ങൾ കാണും, അതും സാറിനോട് പറയേണ്ട കാര്യമില്ല. എന്റെ അധീനതയുള്ള ചെക്ക് പോസ്റ്റ് ആയത്. ഈ ചെക്ക് പോസ്റ്റ് സാറിന്റെ അമ്മായിമ്മയുടെ വകയല്ലോ. അനാവശ്യം പറയരുത്. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ്. എനിക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള സ്പെഷ്യൽ ഓർഡർ എനിക്കുണ്ട്. ആ ഇൻഫർമേഷൻ ഞാൻ നോക്കി. താൻ പുളുത്തു വന്ന് താൻ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സത്യം പറയുന്നത് ഇൻസൾട്ട് ആണെങ്കിൽ ഇനിയും പല പല ഇൻസൾട്ടുകൾ താൻ കേൾക്കേണ്ടി വരും. തനിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സൂക്ഷിച്ച് കംപ്ലൈന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നാറും. ഞാനല്ലടോ താൻ. എടോ, തന്നെ ഞാൻ കാണിച്ചു തരാം. അരിഞ്ഞളയും കാണിക്കാൻ നടക്കും. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഇതാണ് റോണി പറഞ്ഞ അടച്ചുമൂടിയ വണ്ടി. ഇത് തന്നെയാണോ വണ്ടി? ഇത് തന്നെയാണ് വണ്ടി. ഡോക്യുമെന്റ് വിട്ടേക്ക്. വിടാൻ പറ്റാൻ എന്താ കാര്യം? എനിക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. പേപ്പേഴ്സ് കറക്റ്റ് ആണ്. ആയിക്കോട്ടെ, എന്നാലും വണ്ടി പരിശോധിക്കാൻ എന്താ തെറ്റ്? വണ്ടിയിലെന്താ? ക്യാഷ് നട്ട്സാ. ഫാക്ടറിയിൽ നിന്ന് ഷിപ്മെന്റ് ഉണ്ട്. താൻ വണ്ടി എടുത്തോണ്ട് വിടും. ഇയാളെ കാര്യം ഞാൻ നോക്കിക്കോളാം. കവർ ഓഫ് ദി വെഹിക്കിൾ. കവർ ഓഫ് ദി വെഹിക്കിൾ. സാറ് പോണം. ഇറക്കടോ. ഇവിടെ ഇപ്പൊ എന്ത് പറയുന്നു സാർ? നാവിറങ്ങിപ്പോയോ? ഐ ആം ഗോയിങ് ടു അറസ്റ്റ്. യു ആർ അണ്ടർ അറസ്റ്റ്. ടേക്ക് ഹിം അവേ.
അപ്പോ ബാക്കി ടിന്നുകളിലും പാമ്പിൻ തോല് കാണുമല്ലോ? തീർച്ചയായിട്ടും കാണാം. സാർ ഒന്ന് പോസേ സാർ. അങ്ങോട്ട് മാറ് സാർ. ഒന്ന് ready smile sir. Ready. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. കോടിക്കണക്കിന് വിലമതിപ്പുള്ള പാമ്പിൻ തോൽ പിടി വളർത്തു കേന്ദ്രം തകർക്കുകയും മിണ്ടാപ്രാണികളെ ചുട്ടുകരിക്കുകയും ചെയ്തവർക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 3 കോടി രൂപ വിലമതിപ്പുള്ള പാമ്പും തോലും ബ്രൌൺ ഷുഗറും വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അതിവിദഗ്ധമായി കള്ളക്കടത്തുകാരെ പിടികൂടിയ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് തനിക്ക് കാശ് തരുന്നതിലും ഭേദം ആ അരവിന്ദാക്ഷന് കൊടുക്കായിരുന്നു. എന്നാ പിന്നെ ഇനി മുതൽ അങ്ങനെ അങ്ങ് ചെയ്തോ? ചേടാ, അവൻ ചെക്ക് പോസ്റ്റില് പോലീസുമായി വന്ന് സംഗതി കുഴപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? താൻ അയാളുടെ സീനിയർ അല്ലേ എന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ അവൻ വണ്ടി പിടിക്കില്ലായിരുന്നു. എന്റെ അനിയൻ ഡാനിയിൽ അകത്താവില്ലായിരുന്നു. ഇതിൽ കൂടുതൽ ഇടപെട്ടിരുന്നെങ്കിൽ ഞാനും കൂടി അകത്തായനെ. ഹലോ, நான் காளியப்பா பேசுறேன். உன் மடத்தனத்தால தொலைஞ்சது 1-2 இல்ல, 4 கோடி ரூபாய். 4 கோடி. അല്ല, അത് திருப்பி பேசாத. நாளைக்கு நான் அங்க வரேன். அங்க வந்து உன்கிட்ட பேசிக்கிறேன். കാളിയപ്പാജിയാ നാളെ ഇങ്ങോട്ട് വരുന്നു. ഗംഗേ നീ പറയല്ലേ, യമുനാ നദിയറിയല്ലേ, പവിഴപ്പൂങ്കാവിൽ നിൽക്കും എന്നിൽ നിറകനവുകൾ. ഗംഗേ നീ പറയല്ലേ, യമുനാ നദിയറിയല്ലേ, പവിഴപ്പൂങ്കാവിൽ നിൽക്കും എന്നിൽ നിറകനവുകൾ. പാരിജാതം അരികിൽ വിരിഞ്ഞു, പ്രാണനിൽ തേൻ മഴയോ തൂകി. പാരിജാതം അരികിൽ വിരിഞ്ഞു, പ്രാണനിൽ തേൻ മഴയോ തൂകി. അരികിലൊരു അസുലഭമാം അലയിളകും അഴകിന്റെ അരുവിയെ പുഴയായി കടലായി നീ. ഗംഗേ നീ പറയല്ലേ, യമുനാ നദിയറിയല്ലേ, പവിഴപ്പൂങ്കാവിൽ നിൽക്കും എന്നിൽ നിറകനവുകൾ. വേണുഗാനം തഴുകി ഒഴുകി, പാലതൻ പൂമണവും വീശി. വേണുഗാനം തഴുകി ഒഴുകി, പാലതൻ പൂമണവും വീശി. മാൻമിഴിയായി മധുമൊഴിയായി മലർവനിയിൽ പുതിയൊരു പുലരിതൻ കഥയുമായി അരികിൽ വാ. ഗംഗേ നീ
പറയല്ലേ യമുനാ നദിയറിയല്ലേ പവിഴപ്പൂങ്കാവിൽ നിൽക്കും എന്നിൽ നിറകനവുകൾ ഗംഗേ നീ പറയല്ലേ യമുനാ നദിയറിയല്ലേ പവിഴപ്പൂങ്കാവിൽ നിൽക്കും എന്നിൽ നിറകനവുകൾ ആ മിസ്റ്റർ അരവിന്ദാക്ഷനല്ലേ? കാറിൽ DIG ഉണ്ട്. നിങ്ങളെ കാണാൻ കസ്റ്റംസ് ഓഫീസിലേക്ക് വരികയായിരുന്നു. വരണം സാർ. നിങ്ങൾ പിടികൂടിയ പ്രതിയെ സാറിനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. അവരേതോ ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഗ്രൂപ്പിലെ മെമ്പറാണത്രേ. ഞങ്ങൾ പോലും അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് മിസ്റ്റർ അരവിന്ദാക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ ധീരതയെ ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കും. മിസ്റ്റർ അരവിന്ദാക്ഷനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ. മിസ്റ്റർ അരവിന്ദാക്ഷൻ പ്രതികളെ ഹാൻഡ് ഓവർ ചെയ്തുള്ളൂ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. പ്രതികളെ ഹാൻഡ് ഓവർ ചെയ്യൂ. കേറു കുഷ്വൻ. ആ SIയും DIGയും എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സലിഞ്ഞു. ഏത് SI? DIG? താൻ തന്നെ കുറെ കേസ് പിടിക്കുക, എന്നിട്ട് പ്രതികളെ തന്റെ കസ്റ്റഡിയിൽ നിന്നും മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോവുക. എന്തൊക്കെയാണോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ആ പട്ടരെ കാണാതായപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞതാ, ഡിപ്പാർട്ട്മെന്റിൽ ചില കുബുദ്ധികൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ കളിവിളയാട്ടമാണ് ഇതെന്നും. എല്ലാം ഞാൻ കണ്ടുപിടിക്കും, എല്ലാ തെളിവുകളോടും കൂടി. എന്നിട്ടേ ഞാൻ സാറിന്റെ മുമ്പിൽ ഇനി വരുള്ളൂ. ഇത് സത്യം, സത്യം, സത്യം. இந்த காளியப்பாவுக்கு தோல்வி பிடிக்காது. எவ்வளவு பணம் செலவானாலும் பரவாயில்ல. நான் இந்த தொழிலை நிறுத்தி 10 வருஷம் ஆச்சு. திருப்பி டைரக்டா இறங்கணுமோன்னு நான் நினைக்கிறேன். என்ன சுத்தி இருக்கிறவங்க எல்லாம் புத்திசாலின்னு நினைச்சேன். புல்லட் பிரிட்டோ இது வரைக்கும் பிரில்லியன் பிரிட்டோவா இருந்தா நீ, உனக்கு என்னாச்சு? உன்னை நம்புறதுனால அப்போ 1 கோடி ரூபாய் தங்கம் போயிடுச்சு. இப்ப 3 கோடி ரூபாய் பாம்பு தோல் போயிடுச்சு. சார் அது அருமையான உடம்பு, ஆனா இது மட்டும்தான் ஆஸ்ட்ரே. ஐ ஆம் சாரி சார். என்னையா சாரி ஆகுது கேரி ஆகுது? ஏயா கஸ்டம்ஸ், உனக்கு அரசாங்கத்தில் கொடுக்குற சம்பளம் 2000 ரூபாய், அதுவும் 3ஆம் தேதி. ஆனா நான் உனக்கு கொடுக்குற கிம்பளம் 20000 ரூபாய், கரெக்டா 1ஆம் தேதி. உங்க எல்லாருக்கும் ஒண்ணு சொல்றேன், நம்மளை எதிர்த்து இருக்கிற கூட்டம் ரொம்ப ஸ்ட்ராங்கான கூட்டம். அவங்க யாரா இருந்தாலும் சரி, பிரைவேட் டிடெக்டிவோ இல்ல போலீஸோ இல்ல ஒரு பெரிய கூட்டமா இருந்தாலும் சரி, அவங்க யாரு என்னன்ற டீடைல்ஸ் எனக்கு வேணும். அவங்க பிளட் குரூப் உள்பட. ரோனி வின்சென்ட், இவன் தான் பிரைவேட் டிடெக்டிவ் இல்லையா? அழகா இருக்காள, இது அவனுடைய தங்கச்சி ரீனா வின்சென்ட் இல்லையா? இவன் அவனோட அசிஸ்டன்ட், இது அசிஸ்டன்டோட குடும்பம் அரவிந்தாஷன். இவன் தான் அந்த கஸ்டம்ஸ் ஆபீசரா? இந்த ஆளு எனக்கு நல்லா தெரியுமே. நம்ம கஸ்டம்ஸ் ஆபீசர் அனந்தகிருஷ்ணனுடைய அப்பா. இவரை கஸ்டம்ஸ்காரங்க தேடிட்டு இருக்காங்க. இவர் அந்த பிரைவேட் டிடெக்டிவும் அடிக்கடி மீட் பண்றாங்க, அப்படிதானே? இது அவனுடைய குடும்பம். இந்த உலகத்துல மனுஷனா பிறந்தவன் எவ்வளவு சித்திரவதைகளை அனுபவிக்கணுமோ அவ்வளவு சித்திரவதை நம்ம கிட்ட அனுபவிச்சுட்டான். அப்படி இருந்தும் இந்த பிளாப்பி டிஸ்க் உண்மையை அவன் சொல்ல மாட்டேங்கிறானே. உண்மை எப்படி அவனை சித்திரவதை பண்றது? ஒரு ஐடியா. அனந்த கிருஷ்ணன் நம்ம கஸ்டடிக்கு வந்ததுக்கு அப்புறம் அவன் குடும்பத்தை பார்த்ததே இல்லை. அவன் பார்க்காத குடும்பத்தை வேற யாராவது பார்க்கணுமா? எஸ் சார்.
வெரி குட், சபாஷ். எனக்கு எது எப்படி பிடிக்கும்னு உங்களுக்கு மட்டும்தான் தெரியும். வெரி டேஸ்டி. ரொம்ப அழகா பண்ணிருக்கீங்க. நீங்க என்ன பண்றீங்க, இந்த போட்டோவை மெட்ராஸ்ல நம்ம அஜித் கிட்ட அனுப்பி வை. இதை பார்த்தாவது அனந்த கிருஷ்ணன் இந்த ஃபிளாப்பி டிஸ்க் உண்மையை சொல்றானான்னு பார்ப்போம். இந்த ரோனி வின்சென்ட் நம்மளை ரொம்ப தொந்தரவு கொடுக்குறான்ல, இந்த காளிய பையாதையும் அவ்வளவு சீக்கிரம் முடிக்க மாட்டான். இப்படி ஒரு தட்டு, இப்படி ஒரு தட்டு. இந்த பூனை எலி சாப்பிட்றத பார்த்துருக்கல, கொஞ்சம் கொஞ்சமா. எப்படி? கொஞ்சம் கொஞ்சமா. கொஞ்சம் கொஞ்சமா. இந்த ரோனி வின்சென்ட் ரொம்ப தொந்தரவு கொடுக்கறான். அவனுக்கு ஒரு தங்கச்சி இருக்குல்ல, கொஞ்சம் கொஞ்சமா. பிரில்லியன்ட். கவலைப்படாத கண்ணு, கவலைப்படாத. இங்க யாரும் உன்னை ஒண்ணும் செய்ய மாட்டாங்க, என்ன உள்பட. ரொம்ப பயந்துட்டா போல இருக்கு. ஒண்ணும் கவலைப்படாதம்மா. டேய், பார்த்து கூட்டு போங்க. ஓ பதுக்க நான் சொல்லல. போமா போ. அந்த பிரைவேட் டிடெக்டிவ்க்கு போன் போட்டு சொல்லு, அவனுக்கு பிரியமான ஒரே ஒரு தங்கச்சி இப்ப காளியப்பா கையில பத்திரமா இருக்காங்க. எனக்கு മനസ്സിലായോ? ഹലോ, റോണി വിൻസെന്റ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ റോണി വിൻസെന്റ്. നിങ്ങളുടെ പെങ്ങൾ സുഖമായി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. തൽക്കാലം കൂടുതൽ ഡിറ്റക്റ്റീവുകളൊന്നും വേണ്ട. നേരിൽ കണ്ട് നമുക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്. അതെപ്പോൾ എവിടെ വെച്ചെന്ന് പിന്നീട് അറിയിക്കാം. നിങ്ങൾ എവിടുന്നാണ്? ഡിസ്കണക്ട് ചെയ്തു. എന്താ പറയാം. ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണെന്ന് നിനക്കറിയില്ലല്ലേ? ഇപ്പൊ അറിയാമോ നോക്ക്.
വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ അപ്പാജി മദ്രാസിലെ അജിത്തിനെ അനന്തകൃഷ്ണന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്? എന്നിട്ട് ഇപ്പൊ എന്തായി? അവൻ ചാടിപ്പോയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പാജി ആകെ ചൂടില്ല. അനന്തകൃഷ്ണനെ ഉപദ്രവിച്ചതിനും അവന്റെ കുടുംബത്തിനെ വേരോടെ പിഴുതെറിഞ്ഞതിനും അവൻ പകരം ചോദിക്കാതിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട സമയമല്ല. ഒരിക്കലും അനന്തകൃഷ്ണൻ ഫ്ലോപ്പി ഡിസ്കിന്റെ കോഡ് ഡീകോഡ് ചെയ്യാൻ പോകുന്നില്ല. അത് ശരിയായിരിക്കാം. അപ്പാജി വലിയൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിയായാൽ എത്രയും വേഗം നമുക്ക് ഇന്ത്യ വിടാം. അനന്തകൃഷ്ണൻ സാർ? അതെ, കള്ളക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയി കൊന്നു കടലിൽ താഴ്ത്തിയെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കസ്റ്റംസ് ഓഫീസർ അനന്തകൃഷ്ണൻ തന്നെ. സാർ എങ്ങനെ ഇവിടെ എത്തി? പറയാം. ഉന്നതങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിന് കിട്ടാനുള്ള നികുതി വെട്ടിച്ച് വൻതോതിൽ സ്വർണവും വെള്ളിയും രത്നങ്ങളും കടത്തുന്ന ഒരു കള്ളക്കടത്തുകാരൻ മാത്രമായിരുന്നില്ല കാളിയപ്പ. ഈ നാട്ടിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന, അവരുടെ ബുദ്ധിയും ശക്തിയും ചോർത്തി അവരെ നാടിനും വീടിനും കൊള്ളാത്ത വെറും പേക്കോലങ്ങളാക്കി മാറ്റുന്ന, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഒരു മാഫിയ തലവൻ കൂടിയായിരുന്നു കാളിയപ്പ എന്ന് മനസ്സിലാക്കി ഞാൻ അയാൾക്കെതിരെ തിരിഞ്ഞു. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ അയാൾ എനിക്കൊരു വാണിംഗ് തന്നു. പക്ഷേ അത് വളരെ ക്രൂരമായിരുന്നു. അയാൾ എന്റെ സഹോദരി വിധവയാക്കി. ആ സംഭവം എന്നെ തളർത്തിയില്ല. എങ്ങനെയും കാളിയപ്പയെ കുരുക്കി അയാളുടെ മാഫിയ തകർക്കണമെന്ന വാശി എന്നിൽ വളർത്തുകയാണ് ചെയ്തത്. ഒരു ദിവസം ഷാർജയിൽ നിന്നും അയാൾ തിരുവനന്തപുരത്ത് എത്തുന്നതായി എനിക്ക് വിവരം ലഭിച്ചു. ഞാൻ കാത്തിരുന്ന വലിയൊരു അവസരം. തലയെ തന്നെ ആദ്യം വെട്ടിയാൽ പിന്നീടുള്ളത് എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലൊന്നുമില്ല സാർ. വെറുതെ മെനക്കെടേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ലെന്ന് നേരത്തെ ഡിക്ലെയർ ചെയ്തല്ലേ? செக் பண்ணிட்டுண்டா, அது அவன் டியூட்டி. டியூட்டி பண்றதுல என்ன தப்பு? அப்ப நான் வரட்டுங்களா சார்? 1 செகண்ட். இதுலெந்தா? இது சேலம் கோயம்புத்தூர்ல என் ஃபேக்டரியுடைய கணக்கு. செக் பண்ணிக்கங்க. ഇതെന്താ? കണ്ടാൽ അറിഞ്ഞൂടെ? ഫ്ലോപ്പി ഡിസ്ക്. அது என் கம்பெனி டிரான்சாக்ஷனுடைய டீடைல்ஸ். இங்க கம்ப்யூட்டர் இருந்தா போட்டு செக் பண்ணிட்டு கொடுங்க. கோடு வந்து காடஸ், GODDESS, காடஸ். ஐ வாண்ட் டு செக் இட். அப்புறம் கொடுப்பீங்கல்ல? ஐயா வேலைக்கு புதுசு போல. കാളിയപ്പ അത്ര നിസ്സാര മട്ടിൽ ഫ്ലോപ്പി ഡിസ്ക് ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ ഒരു സംശയം. ഈ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു തോന്നൽ. അതിലത്ര നിസ്സാര കാര്യങ്ങളാവില്ലെന്ന്. ഞാൻ ആ ഫ്ലോപ്പി ഡിസ്കുമായി ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ സമീപിച്ചു. കോഡ് എന്താണ് സാർ? ഗോഡസ്. ഗോഡസ്, GODDESS. ഈ കമ്പനികളുടെ വിവരങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും, ഐ മീൻ സം പേഴ്സണൽ സീക്രട്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? സാറ് പറഞ്ഞ ഗോഡസ് എന്നുള്ള കോഡ് വെച്ചുള്ള വിവരങ്ങളാണ് ഇപ്പൊ കാണുന്നത്. മറ്റുള്ള വിവരങ്ങളൊക്കെ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും കോഡിലായിരിക്കും എൻട്രി ചെയ്തിട്ടുണ്ടാവുക. ആ കോഡ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ ഒക്കൂ. ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗം? ഒരു മാർഗവുമില്ല. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളോ അക്ഷരങ്ങളോ പേരുകളോ നമ്പറുകളോ എന്ത് വേണമെങ്കിലും കോഡായിട്ട് ഉപയോഗിക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ മാത്രമേ ഫ്ലോപ്പി ഡിസ്കിൽ ഫീഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിയൂ.
ഓക്കെ ദെൻ ബൈ. ആ ഫ്ലോപ്പി ഡിസ്ക് കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് എനിക്ക് തോന്നിയതാ. അപ്പോഴാണ് ഞാൻ കാളിയപ്പയുടെ സഹായി ബ്രിട്ടോയെ കണ്ടത്. എന്നെ വാച്ച് ചെയ്യാനാണ് ബ്രിട്ടോ എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോ ആ ഫ്ലോപ്പി ഡിസ്കിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് ഞാൻ തീർച്ചയാക്കി. എനിക്ക് മറ്റൊരു ബുദ്ധി തോന്നി. എക്സ്ക്യൂസ് മീ സാർ, ഈ ഫ്ലോപ്പി ഡിസ്കിലുള്ള വിവരങ്ങൾ മറ്റൊരു ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റുമോ? ഗോഡസ് എന്നുള്ള കോഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അത് മതി. ഓക്കെ. കാളിയപ്പയുടെ ഫ്ലോപ്പി ഡിസ്കും ട്രാൻസ്ഫർ ചെയ്തെടുത്ത ഫ്ലോപ്പി ഡിസ്കുമായി തിരികെ ഓഫീസിലേക്ക് മടങ്ങുമ്പോഴും ബ്രിട്ടോ വാനിൽ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഓഫീസിലെത്തിയ ശേഷം ബ്രിട്ടോ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലോപ്പി ഡിസ്ക് കൈമാറി. ഒറിജിനൽ ഡിസ്ക് ഞാൻ ഒളിപ്പിച്ചു. സത്യം മനസ്സിലാക്കി അവൻ തിരിച്ചു വരുന്നതിന് മുൻപ് ഒറിജിനൽ ഡിസ്കിലെ വിവരങ്ങൾ എങ്ങനെ ചോർത്താം എന്ന ചിന്തയിലായിരുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോഴും എന്റെ മനസ്സ്. வாங்க சார், வாங்க. நீங்க ரொம்ப புத்திசாலி. நான் கொடுத்த ஃப்ளாப்பி டிஸ்கை மாத்தி அதே மாதிரி இன்னொன்னு கொடுத்துருக்கீங்க. மரியாதையா ஒரிஜினலை திருப்பி கொடுத்துருங்க. முடியாது. எப்படி? கொடுக்க முடியாது. அடட, இவ்வளவு தமிழ் தெரியுமா? டேய், அவரை உள்ள கொண்டு போய் இந்த பூனை எலிய சாப்பிட்றத பார்த்திருப்பிய. அப்படி ஒரு தட்டு, இப்படி ஒரு தட்டு, கொஞ்சம் கொஞ்சமா. எப்படி? கொஞ்சம் கொஞ்சமா. அப்படி கேட்டாதான் ஒரு உண்மையை சொல்றாரு போல இருக்கு. கூட்டு போ, கூப்பிட்டு போ. ஏய், ഓഫീസ് മുഴുവൻ ഞാൻ അരിച്ചു വരച്ചു. ഈ അനന്തകൃഷ്ണന്റെ വീട്ടിലും വിശദമായി പരിശോധന നടത്തി. ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണെന്ന് മാത്രം ഒരു വിവരമില്ല. அப்படியா? അവനെ சொல்லிடுவான்னு நினைக்கிறேன். சொல்ல வைக்கணும். പക്ഷേ അനന്തകൃഷ്ണനെ അധിക നാൾ ഇവിടെ നിർത്തുന്നത് അപകടമാണ്. ഇയാളെ കണ്ടുപിടിക്കാൻ വളരെ വിപുലമായ രീതിയിൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. தேடட்டும், முடிஞ்சா கண்டுபிடிச்சுக்கிட்டோம். இந்த ஃப்ளாப்பி டிஸ்க் விவரம் தெரிஞ்சா மட்டும் சொல்லுங்க. மற்றபடி எதுவும் நீங்க சொல்ல வேணாம். நீ போலாம். ശരി സാർ, വരട്ടെ.
കാളിയപ്പയുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് മുൻപിലും ഞാൻ പിടിച്ചു നിന്നു. എന്നെ അതിരഹസ്യമായി കാളിയപ്പ മദ്രാസിലേക്ക് മാറ്റി. അവിടെ വെച്ച് എന്നെ മയക്കുമരുന്നിന് അടിമയാക്കി. മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ തടവറയിൽ കിടക്കുമ്പോഴും രഹസ്യ വിവരങ്ങളുടെ കോഡിനെ പറ്റിയായിരുന്നു എന്റെ ചിന്ത. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊരു തോന്നലുണ്ടായത്. ഗോഡസ്, മലയാളത്തിൽ ദേവി. ദേവി എന്നാൽ കാളി എന്നായിക്കൂടെ? കാളിയപ്പയുടെ പേരിന്റെ ആദ്യ ഭാഗം കാളി. അപ്പോ രഹസ്യ വിവരങ്ങളുടെ കോഡ് അപ്പ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാകാൻ സാധ്യതയില്ലേ? തമിഴിൽ അപ്പ, മലയാളത്തിൽ അച്ഛൻ, ഇംഗ്ലീഷിൽ ഫാദർ. FATHER, ഫാദർ. കറക്റ്റ്. ആ കോഡ് ഉപയോഗിച്ച് ഫ്ലോപ്പി ഡിസ്കിലെ രഹസ്യവിവരം കണ്ടുപിടിക്കാൻ സാർ. തീർച്ചയായും കൊള്ളൊന്നില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ കാര്യം? റോണിയുടെ പെങ്ങളെ ആരോ തട്ടിക്കൊണ്ടുപോയി സാർ. അതെ സാർ, ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. ചില ചില്ലറ കള്ളക്കടത്ത് നടത്തി ജീവിക്കുന്ന ഒരുത്തനാ. ഓഹോ, താൻ എന്നെ ഇത്രയും കാലം പറ്റിക്കായിരുന്നല്ലേ? ക്ഷമിക്കണം സാർ, ചില താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. ഇപ്പോ ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് തെറ്റിദ്ധരിച്ച എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. കേസ് പിടിച്ച വകയിൽ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ലക്ഷ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എങ്ങനെയെങ്കിലും എന്റെ പെങ്ങളെ രക്ഷിച്ചാ മതി, പ്ലീസ് സാർ. ഓഹോ, ആരാ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? ഏതോ ഒരു കാളിയപ്പ. പോലീസിൽ അറിയിക്കരുതെന്ന് അവര് പറഞ്ഞേക്കുന്നേ. അനന്തകൃഷ്ണൻ. പത്മനാഭയ്യരുടെ? അതെ. സ്വാതിയും എന്റെ പെങ്ങളും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സാറിന്റെ വീട്ടുകാരെയൊക്കെ എനിക്കറിയാം. പക്ഷേ അവരൊക്കെ ഇപ്പൊ... വേണ്ട, പറയണ്ട. ആ ശക്തികളെ നശിപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയത്. എന്റെ കുടുംബത്തിന് വേണ്ടി എനിക്കിനി അത് മാത്രമേ ചെയ്യാനാവൂ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ പെങ്ങളെ അയാൾ എവിടെ ഒളിപ്പിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ് സാർ. ഗുഡ്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പറയാം. കാളിയപ്പയുടെ രഹസ്യ സങ്കേതങ്ങളുടെ വിവരങ്ങളാണല്ലോ സാർ ഇത്. ഈ വിവരങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മീഷണർ അറിയിക്കണം. കാളിയപ്പയുടെ എല്ലാ സങ്കേതങ്ങളും ഒരേ സമയം റെയ്ഡ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. പിന്നെ നമ്മുടെ നീക്കങ്ങളൊന്നും ആരും അറിയരുത്. വിവരങ്ങളൊക്കെ വളരെ രഹസ്യമായിരിക്കണം. കാളിയപ്പയുടെ ഇവിടുത്തെ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കാൻ നമുക്കൊരാളെ കരുവാക്കിയാലോ സാർ? ആരെ? പ്രിവന്റീവ് ഓഫീസർ റഷീദിനെ. റഷീദ്? ஹலோ ஹலோ, யாரு? ரஷீதாப்பா, நான் காளியப்பன் பேசுறேன். എന്താണ് സാർ? அந்த ஃப்ளாப்பி டிஸ்க் டீடைல்ஸ்லாம் கிடைச்சிருச்சு. ஒண்ணு பண்ணு, உடனே புறப்பட்டு நம்ம இடத்துக்கு வந்துரு. ஆமாப்பா, சீக்கிரமா வந்துரு. ശരി സാർ, ഞാൻ ഉടനെ വരാം. കലക്കി സാർ ഇതെങ്ങനെ ഒപ്പിച്ചു? 5 വർഷം കോളേജിൽ മിമിക്രിയും കൊണ്ട് കിടന്ന് പിന്നെ ചുമ്മാതെയാ. നീ വാ.
என்ன ரஷீத், ഫ്ലോപ്പി ഡിസ്ക് കിട്ടിയല്ലേ? ഫ്ലോപ്പി ഡിസ്ക് പറ്റി ഏതാ തകവൽ കിടച്ചതാ? അല്ല, സാറ് ഫോൺ ചെയ്തവൻ പറഞ്ഞില്ലേ ഫ്ലോപ്പി ഡിസ്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയെന്ന്? അതല്ലേ ഞാൻ ഓടി വന്നത്. நீ தண்ணி அடிச்சிருக்கிய? ഇല്ല സാർ. ஏதாவது கெட்டக்கணும் கண்டியா? சரி, அதை விடு. நம்மகிட்ட இருந்து பிடிச்ச கோல்டு, பாம்பு தோல், மற்றவங்கிட்ட இருந்து பிடிச்ச கோடிக்கணக்கான மதிப்புள்ள சொத்துக்கள் பூரா கஸ்டம்ஸ் லாக்கர்ல இருக்கு. இல்லையா ரஷீத்? അതെ, അതിന് அது பூரா என் கைக்கு வரணும். അതെങ്ങനെ? அந்த பிரைவேட் டிடெக்டிவ், அவன் அசிஸ்டன்ட், ஒரு விளையாட்டு விளையாடலாம். அவன் தங்கச்சிக்காக என்ன வேணாலும் பண்ணுவான். കസ്റ്റംസ് ലോക്കറിൽ കയറാനും അത് തുറക്കാനും വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ? ലോക്കറിൽ നിന്ന് സാധനം എടുത്തതിന് ശേഷം അവന്മാര് രണ്ടുപേരും തനിക്ക് വെടിവെച്ച് കൊന്നൂടെ? ലോക്കർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ വെടിവെച്ച് കൊന്നതാണെന്ന് പറഞ്ഞ് തനിക്ക് തടി തപ്പുകയും ചെയ്യാം. എന്താ? കറക്റ്റ്. ശരി, കൂട്ടത്തിലെ അരവിന്ദാക്ഷനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അവൻ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. അല്ലെങ്കിൽ അവൻ നമ്മളെല്ലാരെയും ഒതുക്കും. നിന്നെ കൊണ്ട് ഞാൻ ഒതുക്കിപ്പിക്കാവടാ. ഇട്ടിരിക്കുന്ന കുപ്പായത്തോട് നന്ദിയില്ലാത്ത ചെറ്റ്. അത് വലിച്ചൂരി തെരുവിലെ ഭിക്ഷക്കാർക്ക് എറിഞ്ഞു കൊടുക്കടാ. അവർക്ക് നിന്നെക്കാൾ നന്നായിട്ട് ചേരും. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥമുള്ള കസ്റ്റംസാർ ഈ നാട്ടിലുണ്ടാ. மிஸ்டர் அரவிந்தாஸ், உங்களை நான் இங்க கூப்பிட்டு வரலாம்னு நினைச்சேன். நீங்களே வந்துட்டீங்க. நான் கும்பிட்ட கடவுள் கைவிடல. അങ്ങനെ ഒരു തീർപ്പ് ഏൽപ്പിക്കാൻ വരട്ടെ. കടവുൾ ആരെ കൈവിടുമെന്ന് താമസിയാതെ മനസ്സിലാക്കും. ரொம்ப திமிரு பிடிச்சவன். நம்ம யூஷுவல் ட்ரீட்மெண்ட் கொடுங்க. ஒரு டோஸ், கொஞ்சம் ப்ரௌன் சுகர். ഹലോ ഹലോ, അനന്തകൃഷ്ണൻ സാറല്ലേ?
പേടിക്കണ്ട. ടോണിച്ചേ, அப்படி இல்லப்பா, இந்த பூனை எலிய சாப்பிடும் பாத்திருக்கல, அப்படி ஒரு தட்டு இப்படி ஒரு தட்டு கொஞ்சம் கொஞ்சமா. எப்படி? கொஞ்சம் கொஞ்சம். എന്തായാലും അവസാനം നിങ്ങൾ നല്ല വഴിക്ക് തന്നെ ചിന്തിച്ചല്ലോ. താങ്ക് യു. ഇത്രയും കാലം നിങ്ങൾ എനിക്ക് എന്ന കള്ള ഇൻഫർമേഷൻ എങ്ങനെയോ എന്റെ ഗുരുത്തം കൊണ്ട് ഒത്തു. തുളുവിൽ ഒരു റിവാർഡ് അടിച്ചെടുക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സാർ. സമയം നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നന്നായിരിക്കും, മറിച്ചാണെങ്കിൽ എല്ലാം പാരയായിരിക്കും. അല്ല, നിന്റെ വുഡ് ബി ഫാദറിലെ കൈ ചൂണ്ടിക്കറിയ. സോറി, സാറിനെ കണ്ടില്ല. സമയത്തിന് എത്താമെന്ന് പറഞ്ഞിരുന്നതാ. ജീവൻ ഉണ്ടെങ്കിൽ ഇനി എത്തും. ഒന്ന് രണ്ട് ഫോട്ടോയും നെഗറ്റീവും ഞാനൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഏത് ഫോട്ടോ? ഫാമിലി അല്ല, ഒന്നുമില്ല, പ്രകൃതി ദൃശ്യം, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ.
സീറോ? അതെ, ഞാൻ ജോളിയാണ്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ശംഖുമുഖം കടപ്പുറത്തടുക്കുന്ന പത്തേമാരിയിൽ ഒരു മുക്കുവൻ വരും. അയാൾ ചോദിക്കും തിരിത വേണോ മത്തി വേണോ എന്ന്. നിങ്ങൾ പറയണം രണ്ടും വേണ്ട, സ്രാവ് മതിയെന്ന്. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അയാൾ നിങ്ങൾക്ക് തരും. പണം അയാളെ ഏൽപ്പിക്കണം. എല്ലാം പറഞ്ഞതുപോലെ. ഓക്കേ? ഓക്കെ. സാർ ഒന്ന് നിൽക്കണേ സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്.